എന്താ കുഞ്ഞു നേരത്തെ കടയടച്ചത്? കച്ചവടമില്ലേ? ആ, കൊല്ലം വരെ ഒന്ന് പോണ ഇസ്മായിക്ക. മറിയാമ്മയുടെ അനിയത്തിയുടെ മനസ്സമ്മതാണ് നാളെ. 9 മണിയുടെ സൂപ്പർ ഫാസ്റ്റിനെങ്കിലും പോയാലേ. ഈ കൊല്ലത്തേക്കും കൊയിലാണ്ടിക്കും ഒന്നും അല്ല പോണത്. ഞമ്മളോട് എന്തിനാടോ കുളൂസടി? 6 മണിയുടെ സൈറിനടിച്ചാ ആ തൊമ്മിച്ചൻ വരും അല്ലേ? ആ 6 പറഞ്ഞവനോട് കാലത്ത് കായ് മേടിക്കുമ്പോ ഓർത്തില്ലേ വൈകിട്ടോ വരുന്ന്? കുറച്ച് ചരക്കെടുക്കാൻ വേണ്ടി വാങ്ങിയതാ. കച്ചവടം ഒട്ടും നടന്നില്ല. തരാനുള്ളവരോട്ട് സമയത്തിന് തന്നൂല്ല. ഇസ്മായിൽക്കാരുടെ അടുത്ത് വല്ലതും? എന്റെ അടുത്ത് എവിടുന്നാ പറയുന്നത്? ഈ മാർക്കറ്റിൽ തൊമ്മിയുടെ അടുത്ത് നിന്ന് പലിശക്ക് കായ് മേടിക്കാത്തത് നമ്മൾ മാത്രമേ ഉള്ളൂ. 20 വർഷമായി തുടങ്ങിയതുപോലെ ഞാൻ ഇന്നും. എന്നാലും ആ ഹിമാറിന്റെ കയ്യിൽ നിന്ന് കായ് മേടിച്ചിട്ടുള്ള കച്ചവടം നമുക്ക് വേണ്ട. പക്ഷേ പഠിച്ചവനെ, ഈ വെറുതെ അല്ല പറഞ്ഞത് പലിശ ഹറാമാണെന്ന്. അത് വാങ്ങി തിന്നുവന്റെ സ്ഥാനം നരകത്തിലാണെന്ന്. മറിയാമ്മേ, മറിയാമ്മേ. ആ, ഇയാ തുമ്പിച്ചിറങ്ങാൻ വന്ന ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേ. തുമ്മിച്ചെടുത്തുള്ള കാശ് വാങ്ങിച്ചോ? കർത്താവേ, എന്തിനായോട് പൊളിച്ച് തെറിയേക്കണത്? അതൊന്നും കൊടുക്കാറുന്നില്ലേ? കൊടുക്കാൻ നിന്റെ അപ്പൻ ഇവിടെ വന്ന് കൊടുത്തിട്ടുണ്ടാ? ഇനി ഞാനിവിടെ ഇല്ല, കൊല്ലത്ത് പോയെന്ന് പറഞ്ഞാ മതി. എന്നെ കൊണ്ട് എന്തിനാ നുണ പറയിക്കില്ല? കുഞ്ഞു പറയേ ഇത്രയും കൊല്ലത്തേക്ക് പോയിരിക്കുക. അവന്റെ അമ്മേനെ കെട്ടിക്കാനോ? എന്റെ കാശിയെ നേർപ്പിച്ചിട്ടുണ്ടോ? എന്റെ അടുത്തൊന്നും തന്നിട്ടില്ല. തന്നിട്ടില്ലേ? ഈ പല്ലുവാഴക്ക് തുമ്മിച്ച മേടിക്കുമെന്ന് നിന്റെ മാപ്പിളയ്ക്ക് അറിയാമല്ലോടി. അങ്ങോട്ട് മാറിക്കടി. ആണുങ്ങളില്ലാത്ത വീടാ. പേടിക്കണ്ട, പെണ്ണുങ്ങടെ മാനാൻ പോകുന്ന പണിയൊന്നും പല്ലുവാഴക്ക് തുമ്മിച്ചാൻ കാണിക്കാറില്ല. എന്റെ 5000 രൂപ കിട്ടിയാൽ ഞാനങ്ങ് പോയേക്കാം. ഇല്ലെങ്കിൽ എന്റെ മക്കള് മര്യാദയ്ക്ക് അന്തി ഉറങ്ങില്ല എന്നുള്ള കാര്യം നിന്റെ മാപ്പിളയ്ക്ക് അറിയാമല്ലോടി. എടാ കുഞ്ഞുവല്ലേ, എടാ കൊമ്മിച്ചന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ഒളിച്ചു കളിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നടാ കുഞ്ഞു പറയേ? എടാ, നീ കൊല്ലത്തിന് പോകാൻ അരുവിപ്പാലം കടക്കില്ലെന്ന് എനിക്കറിയാം. കാശെടുക്കടാ. തുമ്മിച്ച, വിചാരിച്ച പോലെ കച്ചവടം ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് 2 ദിവസത്തെ അവധിയെങ്കിലും. എന്തോ ഇതിനു മുമ്പ് മേടിച്ചതൊക്കെ ഞാൻ കൃത്യമായിട്ട് തന്നിട്ടുണ്ടല്ലോ. എടാ, ഇന്നലെ വയറ് നിറച്ച് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്ന് പട്ടിണി കിടക്കാൻ പറ്റുമോ? 6 മണിയുടെ ഫയറിനടിക്കുമ്പോ രാവിലെ ചന്തയെ കൊടുത്ത കാശി സഞ്ചി വന്ന് വീണില്ലെങ്കിലേ പല്ലുവാക്ക് തൊമ്മിച്ചന് മനസമാധാനം ഉണ്ടാകത്തില്ല. കുഞ്ഞുറിയേ, തൊമ്മിച്ചനെ മോശമാക്കല്ലേ. കാശെടുക്കടാ. ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ട തുമ്മിച്ച. എന്റെ കുഞ്ഞുമക്കളാണ് സത്യം. കർത്താവ് അയ്യോ അറിയിച്ച വെറുതെ കർത്താവിനെ കൂട്ടുപിടിക്കല്ലേ. പുള്ളിക്കാരൻ എന്റെ പക്ഷത്താ. എന്നും രാവിലെ പാവപ്പെട്ട കച്ചവടക്കാരന് പലിശയ്ക്ക് കാശ് കൊടുത്ത് സഹായിക്കാന് നമ്മുടെ കർത്താവ് തൊമ്മിയെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അത് കൃത്യമായി തിരിച്ചു മേടിച്ചില്ലെങ്കിൽ കർത്താവിന് ഇഷ്ടപ്പെടത്തില്ല. അന്തിവിധിക്ക് ചോദ്യം ഉണ്ടാവും. ഉള്ള കഴിവറ മോനെ ഒന്നും ചെയ്യല്ലേ. വെറുതെ പിള്ളേര് പേടിച്ച് മുള്ള ഇടയാക്കരുത്. തുമ്മിച്ച, എന്നെ കൊന്നോ, പക്ഷെ എന്റെ കയ്യിൽ കാശില്ല. കാശില്ലേ? എന്നാ ഈട് വേണം. 5000 രൂപയ്ക്ക് എന്താണ് ഈടുള്ളത്?
തൊമ്മിച്ച തൊമ്മിച്ച ഇതാ നിങ്ങളോട് വാങ്ങിയ പണം എന്റെ ഭാര്യയുടെ കെട്ടുതാലിയാ. രാത്രിക്ക് രാത്രി തന്നെ കാശുണ്ടായല്ലോ. ഇതാ പറയുന്നത് പള്ളിവാഴക്ക് തൊമ്മിച്ചൻ ചെയ്യുന്നത് ആ ശരിയെന്ന്. എന്നാ പിടിച്ചോ. ഇനി കാശ് വേണം. എന്റെ പട്ടിക്ക് പോലും വേണ്ടോ തന്റെ പൈസ? ഇനി ഒരു കാര്യം താൻ മനസ്സിൽ വെച്ചോ, തൊമ്മിച്ചിനോട് ഇതിന് പ്രതികാരം ഈ കുഞ്ഞുവറിയത് ചോദിക്കും. അതിന് മരിച്ച് നരകത്തിൽ പോയാൽ നിന്റെ അപ്പൻ കപ്പക്കൊള്ളി കുരിയെ വിചാരിച്ചാൽ നടക്കത്തില്ല. എന്റെ അപ്പന് വിളിച്ചാലുണ്ടല്ലോ, ചത്താലും ശരി നിന്റെ കുടല് ഞാൻ എടുക്കും. കുഞ്ഞുവറിവിന് മടിക്കടാ പട്ടി. എടോ തന്നെ കഴിവുള്ള മോനെ, ഞങ്ങളുടെ അപ്പന്റെ ദേഹത്ത് കഴിച്ചാണല്ലോ ഈ മാർക്കറ്റിൽ കച്ചവടം ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കില്ല പട്ടി. മക്കളെ വിട്. ഞാൻ ഇതിനെ കണ്ട് വാക്കത്തിയെടുക്കണ്ട. അപ്പം കൊടുത്ത കാശ് മേടിക്കാൻ അപ്പൻ അറിയാം. മക്കൾ കൊടുത്ത കാശ് മേടിച്ചാ മതി. താനിത് അനുഭവിക്കണോ? അതിനൊന്നും നേരമില്ല. പാസ്സായെന്ന് പറഞ്ഞാൽ മതി. അമ്മച്ചിയുടെ മോള് ഡിസ്റ്റിങ്ഷനോടെ പാസ്സായിരിക്കുന്നു. എന്റെ മാതാവേ. ജോശാമോ, എന്താടി നിനക്ക് പിടിച്ചില്ലേ? എന്തിനാ ഇങ്ങനെ? അന്നു കിട്ടണ കാശിന് കച്ചവടം ചെയ്യണ മീൻകാരികളുടെ കയ്യിൽ നിന്ന് ഓസിന് കാശ് കൊടുത്ത് മീൻ മേടിച്ച് നീ അങ്ങനെ തിന്നണ്ട. അവിടെ ഉപദേശം കൊണ്ടുവരുന്നതേ പുഴുകി തിന്നാ മതി. ഇത് ദൈവദോഷം. ശോശാമേ, നീ എന്നെ മോശമാക്കല്ലേ. എടി, കാശുണ്ടാക്കാനാ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നത്, ചെലവാക്കാനല്ല. കണ്ടമാനം ചെലവാക്കിയാലേ അന്തിവിധിക്ക് ചോദ്യം ഉണ്ടാവും. പിന്നെ നിനക്ക് വിഷമാണെങ്കിൽ നീ തിന്നണ്ട, കറി ഉണ്ടാക്കി വെച്ചാൽ മതി. ഞാൻ നിന്റെ പിള്ളേരും കഴിച്ചോളാം. പിന്നെ അധികം പുളിയും മുളകൊന്നും ചെലവാക്കണ്ട കേട്ടോ. എന്താണ് രാവിലെ പത്രം പിടിച്ചോണ്ടിരിക്കുന്നത്? ചരമക്കുറിപ്പിൽ നിന്റെ അപ്പന്റെ പടം അച്ചടിച്ച് വന്നിട്ടുണ്ടോ? അപ്പച്ചാ, കാശ് കൊടുത്താണോ ഈ പത്രം മേടിച്ചത്? ബിന്ദുവിന്റെ വീട്ടിലെയാ. ബിന്ദുവിന്റെ വീട്ടിലെയാ. പിന്നെ കോളേജിൽ പഠിക്കുന്ന പെൺപിള്ളേരെ പത്രം വായിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. എടി, വായിക്കാൻ കൊള്ളാവുന്ന വാർത്തയൊന്നും വലിയ അച്ചടിച്ചു വരുന്നത്. ഇതൊക്കെ വായിച്ചാലേ നീ ചീത്തയായി പോവും. അപ്പച്ചാ, എനിക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ഇനി ഡിഗ്രിക്ക് ചേരണം. നീ ഇപ്പൊ പഠിച്ചതും ഒരു ഡിഗ്രി അല്ലേ? എന്റെ മോള് അത്രയൊക്കെ അങ്ങ് പഠിച്ചാ മതി. അത് പ്രീ ഡിഗ്രി അപ്പച്ചാ. ഒരു ഡിഗ്രി ഉണ്ടല്ലോ, അത് മതി. എന്റെ കർത്താവേ, അതിന്റെ ഫീസിനും പുസ്തകത്തിനുമായിട്ട് കാശ് എത്ര മുടക്കിയെന്നറിയാവോ? അയ്യോ എന്റെ ദൈവമേ, ഇത് കഴിഞ്ഞ മാസം മേടിച്ച വെളിച്ചെണ്ണയല്ലേ? എന്താണ് ഇവിടെ എല്ലാരും എണ്ണയാണോ കുടിക്കുന്നത്? ജോശാമേ, ചെലവ് വളരെ കൂടി പോകുന്നുണ്ട് കേട്ടോ. ഇത്രയും കൂടി മാർക്ക് വാങ്ങാത്ത ബിന്ദുവിനെ അവര് കോളേജിൽ വിടുന്നു. എടി, നാട്ടുകാർ കാണിക്കുന്നൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റുമോ? എന്റെ 2 ആമക്കളെയും ഒരു ഡിഗ്രി ഞാൻ പഠിപ്പിച്ചിട്ടില്ല. അവർക്ക് എന്താണ് ഒരു കുറവ്? നീ അധികം ചിന്തിച്ച് തലവേദന ഉണ്ടാക്കണ്ട. ഞാൻ പിന്നെ അതിന് കാശ് ഉണ്ടാക്കേണ്ടി വരും. നീ വേഗം മീൻ വെട്ടാൻ നോക്ക്, അല്ലെങ്കിൽ ചീഞ്ഞു പോവും. എന്റെ കർത്താവ്, വില കൂടും തോറും സവോള ചെറുതായി ചുവന്നുള്ളി പോലെയായി. എന്താണ് ഇവിടെ കല്യാണോ? 1.5 ഉള്ളി ചേർത്താൽ മതി. ബാക്കി കൊണ്ടുപോ ഇവിടെ. ഈ ഇടവയിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടി ആലിസാണെന്ന് പറഞ്ഞു. കൺഗ്രാചുലേഷൻസ്. എന്നിട്ട് എന്താച്ചോ, അവളെ ഇനി കോളേജ് വിടുന്നില്ലെന്ന് അപ്പച്ചനോട് അച്ഛൻ ഒന്ന് പറയണം. പള്ളിക്ക് പോലും ഒരു ചില്ലിക്കാശ് തരാത്ത നിന്റെ അപ്പനോട് ഞാൻ എന്തു പറയാനാ? ഞാൻ തൊമ്മിച്ചിനോട് ഒന്ന് പറഞ്ഞു നോക്കാം. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോളിനി പഠിക്കണ്ട. സ്വന്തം മോളല്ലേ തൊമ്മിച്ച? എന്താ അച്ഛന് വല്ല സംശയമുണ്ടോ? ദൈവാധീനം കൊണ്ട് കാശിന് വല്ല കുറവുണ്ടോ? എന്റെ അച്ഛോ, വല്ലവരെ നല്ലയും കെട്ടിവെക്കേണ്ട പെണ്ണിനെ വെറുതെ പഠിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാ? അതല്ല, ആലീസ് പഠിക്കാൻ മിടുക്കിയ. ഇത്രയും മാർക്ക് വാങ്ങി പാസ്സായ ഒരു കുട്ടിയെ പഠിപ്പിക്കുക എന്നുള്ളത് ഒരപ്പന്റെ കടമയാണ്. കടമയുടെ കാര്യമൊന്നും മന്ത്രി പിതാവേ അങ്ങ് പറയണ്ട. എന്റെ മോടെ കാര്യത്തിൽ അത്രയ്ക്ക് വലിയ താല്പര്യമാണെങ്കിൽ പള്ളിക്ക് ഒരുപാട് കാശുണ്ടല്ലോ, ചുമ്മാ പഠിപ്പിക്കാൻ മേലും. അച്ഛോ, അച്ഛനെ ഞാൻ ഉപദേശിക്കുകയാണെന്ന് അച്ഛൻ വിചാരിക്കരുത്. അച്ഛന് വേറെ പള്ളിയിൽ ഒരു പണിയില്ലേ? അല്ല, ഈ ഇടവക. അത് തന്നെയാ പറഞ്ഞേ. നൊവേന കുർബാനയ്ക്ക് പല്ലിശ്ശേരി അച്ഛനെ കാണാറയില്ലെന്നാ ഇടവക്കാര് പറയുന്നത്. അച്ഛനോട് എന്തൊക്കെയാ പറയണത്? അതെ, ചത്ത് നരകത്തിൽ കിടക്കുന്ന നിന്റെ അപ്പൻ തൊത്തുക്കയ്യം പത്രോസിനെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറ്റണമെന്നൊന്ന് പറയുകയായിരുന്നു. നിനക്ക് അക്കാര്യത്തിൽ വിഷമമൊന്നുമില്ലല്ലോ. ഒന്ന് പോടി അവിടുന്ന്. തൊമ്മിച്ചൻ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചു നോക്കും. എന്നെ ആലോചിക്കാൻ? അച്ഛന് പലിശയ്ക്ക് കാശ് വല്ലതും വേണോ? അത് പറ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, പള്ളിക്ക് ഒത്തിരി കാശുണ്ടല്ലോ, അതെല്ലാം എന്നെ ഏൽപ്പിക്ക്.
ഞാനത് പലിശയ്ക്ക് കൊടുത്ത് പെരുപ്പിച്ചു തരാം. എന്റെ വേലക്കൂലി വന്നാ മതി. ഈ പള്ളിയിലെ പിരിവൊഴിവാക്കാവല്ലോ, അല്ലേ? അവക്ക് പിടിച്ചില്ല. കർത്താവ് വളരെ വലിയവനാണ്. ശോശാമേ, നമ്മുടെ പലിശരേച്ചിന് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കൊടുക്ക്. പഞ്ചസാര വേണ്ടല്ലോ? ആ, പഞ്ചസാര വേണ്ട. സോഡ വേണ്ട. ഇനി ആ പള്ളിവാതിക്ക് തൊമ്മിച്ചൻ ഒരു കുടുംബത്തിലും കയറി പെണ്ണുങ്ങളുടെ താലി പൊട്ടിക്കരുത്. എത്ര രൂപ വേണമെങ്കിലും ചെലവാക്കാം. അവനൊരു പാഠം പഠിപ്പിക്കണം. പാഠം പഠിപ്പിക്കാനൊന്നും ഈ അംസയ്ക്ക് അറിയില്ല. കയ്യോ കാലോ എന്താ വേണ്ടത് പറ, വെട്ടിയെടുത്ത് കൊണ്ടുതരാം. അത്രയ്ക്ക് നിസാരക്കാരനൊന്നും അല്ല തൊമ്മി. എന്തിനും പോകുന്ന രണ്ട് ആൺമക്കൾ, പിന്നെ കുറെ ഗുണ്ടകളുണ്ട് കൂടെ. ഈ നാട്ടിലെ ചീള കേസുകളല്ലേ തുമ്മിച്ചം കണ്ടിട്ടുള്ളൂ. മട്ടാഞ്ചേരിയിൽ ഈ ഇലക്ട്രിക് അംസ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. എനിക്കൊരു പുതിയ കച്ചവടം തുടങ്ങാനാ. ഒരു 10,000 രൂപ ആണല്ലോ തുമ്മിച്ച. മട്ടാഞ്ചേരിയിൽ നിന്ന് വന്നതാ ഹംസ. ആളെ മനസ്സിലായില്ലല്ലോ. ഈ ചന്തയിലെ ആരെങ്കിലും പരിചയമുണ്ടോ? അരിക്കച്ചവടക്കാരൻ കുഞ്ഞുപറയുന്നതിന് പരിചയമുണ്ടോ? കുഞ്ഞോറിയതേ, നിനക്ക് ഇയാളെ പരിചയമുണ്ടോ? ആ, ഞാൻ അറിയുന്ന ആളാ. പുതിയ ആളായതുകൊണ്ട് പറയുക. പള്ളിവാതൊക്കെ തൊമ്മിച്ചനെ കുറിച്ച് അറിയണമെങ്കിൽ ഈ ചന്തയെ തിരക്കിയാൽ മതി. കാശ് ഞാൻ തരാം, പക്ഷേ വൈകുന്നേരം 6 മണിയുടെ സൈറൻ കേൾക്കുമ്പോൾ തിരിച്ചു തരണം. പലിശ 1000 ഞാൻ വലിച്ചിട്ടുണ്ട്, ബാക്കി 9,000. വൈകുന്നേരം തിരിച്ചു തന്നില്ലെങ്കിലോ? 6 മണി വരെ ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് കുഴപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ താൻ കുഴയും, അല്ലേടൂ? 6 മണി കഴിഞ്ഞാൽ താൻ വാങ്ങിക്കോ? എടാ ഹംസായേ, കൊടുത്ത പണം തിരിച്ചു മേടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അന്ന് പള്ളിവാഴക്കെത്തുമ്പോ നീ പണി നിർത്തും. പോടാ പോടാ പോടാ. എന്നാ അതാ നല്ലത്. പാവം. എന്തിനാ ഈ ഇതിനൊക്കെ പോണത്? ഒരു ചോരപ്പ് വെക്കാൻ എന്റെ പാവം. ഇസ്മായിലിക്ക, നിങ്ങൾ ഇതിൽ ഇടപെടരുത്. എന്റെ വീട്ടിൽ വന്ന് എന്റെ ഭാര്യയുടെ കെട്ടുതാലി പൊട്ടിച്ചോനവൻ. ഞാൻ അവനെ വിടില്ല, കൊല്ലാതെ. അവന്റെ കുഴിപാടത്തിൽ ഞാൻ മെഴുതി എത്തിക്കും, നോക്കിക്കോ. അന്റെ വിഷമം ഞമ്മക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇതൊന്നും ശരിയാണെന്ന് ഞമ്മക്ക് പറയാൻ പറ്റൂല. ഇന്നിവിടെ എല്ലാവർക്കും എന്റെ വക ചെലവ്. ഒരു ചെറിയ ബമ്പർ അടിച്ചു, 9,000. ഇന്ന് വൈകുന്നേരം 6 മുമ്പ് അത് പൊടിക്കണം. ഇന്ന് ഈ മാർക്കറ്റിലെ പട്ടിക്ക് വരെ എന്റെ വക ചെലവാ. തൊമ്മിച്ചനും വേണമെങ്കിൽ വല്ലതും ഞണ്ണാൻ കൊടുത്തോ? എടാ, ഓസിന് കിട്ടിയ ആസിറ്റും മൂഞ്ചുന്ന പരിപാടി പള്ളിവാഴക്ക് തൊമ്മിച്ചിനില്ല. 2 എല്ലും കഷ്ണം കിട്ടിയാലേ ചന്തയിലെ പട്ടികൾ നെകളിക്കും. ഓരൊറ്റ തൊഴി കൊടുത്താൽ മൂങ്ങുകയും ചെയ്യും. എടോ മാനേരെ, മട്ടാഞ്ചേരി ഇഞ്ച കിട്ടുവോടോ? ഇന്നിവിടെ പലരെയും കുഴമ്പിട്ട് തിരുമേണ്ടി വരും. അതുകൊണ്ട് പച്ചമരുന്ന് കട നേരത്തെ അടയ്ക്കേണ്ടത് പറഞ്ഞേരെ. എടാ, കാന്താരി കടുകോളം മതി. ഒന്ന് കടിച്ച എരിയ മാത്രമല്ല, അടിമുതൽ മുടിവരെ പുകയും. 6 മണി ഓർമ്മയുണ്ടല്ലോ?
ഒപ്പം വീണിട്ട് വന്നാ മതി. കാശെടുക്കടാ. പള്ളിവാതിക്കൽ തൊമ്മിച്ചനല്ലേ? മനസ്സിലായില്ല. ഞാൻ ധർമ്മൻ, ധർമ്മരാജ്. എന്തിനാ വന്നത്? കാശിനാണ്. ആവശ്യത്തിൽ അധികം ഉണ്ടെന്ന് തോന്നുന്നു. എന്തൊരു ചോദ്യായത്. അത് കൊടുക്കാനല്ലേ തൊമ്മിച്ചവിടെ ഇരിക്കുന്നത്. കൊടുത്തതൊക്കെ തിരിച്ചു മേടിച്ചിട്ടുണ്ടോ? തിരിച്ചു മേടിക്കാൻ കഴിയില്ലെങ്കിൽ കൊടുക്കില്ല. പള്ളിവാതൊക്കെ തൊമ്മിച്ചിനെ പറ്റി കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്, ധാരാളം. ചുമ്മാ നിന്ന് വാചകം അടിക്കാതെ കാശ് വല്ലതും വേണമെങ്കിൽ പറയടാ കൊച്ചനെ. വാങ്ങിക്കാനല്ല, കൊടുക്കാനാ വന്നത്. ഈ പെട്ടിയിൽ മുഴുവനും നിങ്ങൾക്കുള്ള കാശ. എനിക്കുള്ള കാശോ? ഏത് വകയിലെ? ഒരു രാഘവൻ മാഷ് തരാനുള്ളതാ. ഏത് രാഘവൻ മാഷ്? 18 വർഷം മുമ്പ് നിർമ്മലഗിരി സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന കോമാട്ടിൽ രാഘവൻ മാഷ്. ഓ, എന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ മേടിച്ചിട്ട് തിരിച്ചു തരാത്ത പരമദരിദ്രവാസി പന്ന പരക്കിഴ് മാഷ്. എന്റെ പൊന്നെ, ജീവിതത്തിൽ ഞാൻ കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്തത് ആ കാശ് മാത്രമേ ഉള്ളൂ. ഇതാ, എന്താ കണ്ണുമിഴിക്കുന്നേ? 18 വർഷം മുമ്പ് രാഘവൻ മാഷ് വാങ്ങിയ 10,000 അന്നു മുതൽ ഇന്ന് വരെയുള്ള പലിശയും അതിന്റെ കൂട്ടുപലിശയും അടക്കം ഈ പെട്ടിയിലുണ്ട്. എന്റെ ഈശോയെ, അല്ലേലും തൊമ്മിയുടെ കാശ് സത്യമുള്ളതാ. എടി ശോശാമോ, എടാ മക്കളെ, നീ വന്നേ, ഇത് കണ്ടോടി. ഇത് കണ്ടോ? വെള്ളത്തിൽ പോയെന്ന് കരുതിയ കാശ് കർത്താവ് കൊടുത്തയച്ചിരിക്കുന്നത്. അപ്പളേ നമ്മളെ മനസ്സിലായില്ലല്ലോ. ഈ പണം ഇവിടെ ഏൽപ്പിക്കാൻ എന്നെ അയച്ചതാ. ആര്? രാഘവൻ മാഷോ? അതെ, മാഷ് എന്നോട് പറഞ്ഞിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് തൊമ്മി എന്നൊരു നീചനോട് കഷ്ടകാലത്തിന് കുറച്ച് പണം കടം വാങ്ങിപ്പോയെന്ന്. അയാൾ ഈ ഭൂമിയിൽ എവിടെയുണ്ടെങ്കിലും കണ്ടെത്തി ബാധ്യത തീർക്കണമെന്ന്. എന്നാലേ എനിക്ക് മോക്ഷം കിട്ടുമെന്ന്. അതേടോ, എന്നോട് മേടിച്ച കാശ് പലിശ സഹിതം തിരിച്ചു തന്നില്ലെങ്കിൽ ഒരുത്തനും മോശം കിട്ടത്തില്ല. 18 വർഷത്തെ എന്റെ കാശിന്റെ പലിശ കൂട്ടാൻ കുറെ സമയമെടുക്കും. എടുത്തോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എല്ലാ കണക്കുകളും തീർത്തിട്ടേ ഞാൻ മടങ്ങൂ. വരട്ടെ. പത്ത് മണിക്ക് എത്താന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ എങ്ങനെ? ചെറുക്കൻ ചില്ലറക്കാരനാണോ? ഫിഷറീസ് മാർക്കറ്റിലെ ചെമ്മി മുതലാളി, പരമസുന്ദരൻ, സുശീലൻ. എന്നിട്ട് ചെറുക്കൻ എവിടെ? വരും. ഇവിടെ വന്നേ. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. സ്ത്രീധനം കൊടുക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യം പണിപ്പെട്ട് ഒപ്പിച്ചെടുത്തത് എന്റെ വിടുക്കാം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ താൻ പറഞ്ഞില്ല. ഒരു പ്രശ്നമില്ലാന്നേ. ചെറുക്കന് ജന്മന അമ്മയില്ല, അച്ഛനില്ല, കുടുംബക്കാരാരുമില്ല. ഈ കാര്യം നടന്നു കിട്ടിയാൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടു. കൂട്ടത്തിൽ ഞാൻ ഒക്കെ അറിയാവൂടോ. താൻ പോയി ചെറുക്കനെ കൂട്ടിക്കൊണ്ടുപോവാ. നമസ്കാരം. നമസ്കാരം. ഇരുന്നാട്ടെ, ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഇത്തിരി തിരക്കുള്ളതുകൊണ്ടാ. പൊറിഞ്ചു പറഞ്ഞു കാണും. ഇതുവരെ കല്യാണം കഴിക്കാതിരുന്ന തന്നെ ഈ തിരക്കുണ്ടാ. മേരി,
ഇപ്പൊ വരാട്ടോ. എന്താ കാര്യം? കുഴപ്പമായി. നിനക്ക് ഈ വീടേ കണ്ടുള്ള പെണ്ണ് കാണാൻ. ഈ വീടിന് എന്താ കുഴപ്പം? വീടിന്റെ ഭംഗി നോക്കി പെണ്ണ് കിട്ടാൻ പറ്റൂ? അത് ഈ പ്രായത്തിൽ? ഇതിനുള്ള മറുപടി നിനക്ക് വീട്ടിൽ ചെന്ന് തരാം. അയ്യ, മുതലാളി എന്തിനാ പേടിക്കുന്നത്? ഇത്തിരി പ്രായക്കൂടുതലുള്ള വിവരമൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. നിനക്കൊക്കെ തമാശ. എന്റെ ചങ്കരിക്കുന്നത് എനിക്കല്ലേ അറിയൂ. നിന്റെ കൂടെ ഇറങ്ങി തിരിച്ച എന്നെ വേണം തല്ലാൻ. അവനെ കൊണ്ടുവരാകേണ്ട ഒരു വീട്. ഇത്രയും കഷ്ടപ്പെട്ട് കിളി പോലുള്ള ഒരു പെണ്ണിനെ ഒപ്പിച്ചെടുത്തതിന്റെ വിഷമം വല്ലതും മുതലാളിക്കറിയാവൂ? അതല്ലടാ സംഗതി. പെണ്ണിന്റെ തള്ളക്ക് എന്നെ ഇഷ്ടമാവൂല. ആ, അപ്പൊ മുതലാളിക്ക് പെണ്ണിന്റെ അമ്മയെ കൂടി കെട്ടിയാൽ കൊള്ളാമെന്നില്ലല്ലോ. ഉണ്ടായിരുന്നു പണ്ട്. 20 വർഷം മുമ്പ് ഞാൻ അവളെ പെണ്ണ് കണ്ടിട്ടുള്ളതാടാ. ആരാ മനസ്സിലായില്ലല്ലോ. മറന്നിട്ടുണ്ടാവില്ല, ഓർമ്മയിലുണ്ടാവും. 18 വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയ ധർമ്മരാജ്, രാഘവൻ മാഷിന്റെ മകൻ ധർമ്മൻ. നീ ഇതുവരെ എവിടെയായിരുന്നു മോനെ? ഈ ലോകം മുഴുവൻ അലഞ്ഞുവെങ്കിലെ ഒരു അഭയാർത്ഥിയെ പോലെ. കൃത്യമായി പറയാൻ ഒരു സ്ഥലവുമില്ല. രാഘവൻ മാഷ് സ്വന്തമായി ഇല്ലായിരുന്ന പണമായിരുന്നു. അത് ഞാൻ സമ്പാദിച്ചു, കൈ നിറയെ. പള്ളിവാതുക്കൽ തൊമ്മിച്ചനേക്കാളേറെ. നീ ഒന്നും മറന്നിട്ടില്ലല്ലേ? ഇല്ല, ഒന്നും മറന്നിട്ടില്ല. എന്റെ അച്ഛന്റെ മരണം, അമ്മയുടെ മരണം ഒന്നും എനിക്ക് മറക്കാൻ കഴിയുന്നില്ലെങ്കിലേ. മറക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനിവിടെ വരില്ലായിരുന്നു. ധർമ്മന്റെ കഴിഞ്ഞ കാല നൊമ്പരങ്ങൾക്ക് പഴകിയ പകയുടെ പ്രതികാരമുണ്ട്. വാ മോനെ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഇരിക്കേ. ഫാന്റാസ്റ്റിക്. ആന്റിയും കുട്ടികളൊന്നുമില്ല ഇവിടെ. ആ ഒരു പ്രക്രിയ ഇനി കഴിഞ്ഞിട്ടില്ല. മാലയോഗത്തിന് മുതലാളിക്ക് സമയമായിട്ടില്ലെന്നാ തോന്നുന്നത്. ശ്രമം തുടരുന്നുണ്ട്. ആഹാ, അങ്കിൾ ഇപ്പോഴും ക്രോണിക് ബാച്ചിലറാണോ? അപ്പനും അമ്മച്ചിയും മരിച്ചപ്പോ കല്യാണം നടത്തിത്തരാൻ ആരും ഉണ്ടായില്ല. പിന്നെ ബിസിനസിന്റെ തിരക്ക് എല്ലാം അങ്ങ് വിട്ടുപോയി. കണ്ടിട്ട് വല്ലാതെ വൈകി തോന്നുന്നുണ്ടോ? ഹേ, യു ആർ യങ്, എനർജറ്റിക് ആൻഡ് സ്മാർട്ട്. ഒന്ന് ഉത്സാഹിച്ച ഒരു പെൺകുട്ടിയെ പ്രേമിക്കൽ വരെ ആവാം. ആവശ്യമില്ലാത്തതൊന്നും ഉദ്ദേശിക്കല്ലേ സാറേ. ഓണാകരുതേ. ധർമ്മ, എന്താ അതിന്റെ പരിപാടി? നാട്ടിൽ കൂടെ കൂടെ? ഇനി പരിപാടികൾ ഓരോന്നായി തുടങ്ങണം. അതിലൊന്ന് ചെറിയാച്ചൻ മുതലാളിയെ കൊണ്ട് ഒരു പെണ്ണ് കെട്ടിക്കുക എന്നുള്ളതാണ്. പിന്നെ ഓരോന്നോരോന്നോരോന്നായി. എല്ലാറ്റിനും അങ്കിളുടെ സഹായം വേണം. ആദ്യപടിയായി ഞാൻ ടൗണിൽ ഒരു ഫൈനാൻസിങ് കമ്പനി തുടങ്ങുന്നു. എന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അങ്കിള് തന്നെ വേണം അതിന് ഉദ്ഘാടനം നിർവഹിക്കും. എത്ര നല്ലീശോനാഥ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. എത്ര നല്ലി. ഞാനിന്ന് പള്ളിയിൽ പോയിരുന്നു. ആഹാ, എടാ ചുമ്മാ പള്ളിയിൽ പോയതുകൊണ്ടൊന്നും കാര്യമില്ല. കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല, പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാ സ്വർഗരാജ്യം. അതല്ല അപ്പച്ച, ആലീസിനെ പഠിപ്പിക്കേണ്ട കാര്യത്തെ പറ്റി അച്ഛൻ സംസാരിച്ചു. അവളെന്താ പഠിച്ച് നാട് ഭരിക്കാൻ പോവാണോ? പള്ളിയിൽ വെച്ച് അച്ഛൻ പറഞ്ഞ പോലെ അവള് മോചിരിക്കുക. അവള് പഠിക്കാൻ പോട്ടെ. യോ, നീ എന്താണ് ഈ പറയുന്നേ? ഇനി കോളേജ് വിടുക എന്നൊക്കെ പറഞ്ഞാലേ ചില്ലറ കളിയൊന്നുമല്ല. കാശ് പോകുന്ന വഴിയറിയത്തില്ല. എല്ലാ ചെലവും അയാൾ എടുത്തോളുന്ന അച്ഛൻ പറഞ്ഞത്. അങ്ങനെ മറ്റൊരാളുടെ ഔദാര്യം കൊണ്ട് പഠിക്കേണ്ട ഗതികടന്നും പള്ളിവാടൊക്കെ തൊമ്മിച്ചന്റെ മക്കൾക്കില്ല. അവൾ അപ്പച്ചൻ തന്നെ പഠിപ്പിച്ചോളൂ. എന്തോ ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറയരുത്. നീ എങ്ങോട്ടാ കേറ്റുന്നെന്ന് എനിക്ക് മനസ്സിലായി. അത് വേണ്ട, വെറുതെ എന്തിനാ ഇടവക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? അതുകൊണ്ടല്ലേ ഞാൻ തന്നെ പറഞ്ഞത് പഠിക്കാൻ പോകണ്ടെന്ന്. അപ്പച്ചനോ പഠിപ്പിക്കുന്നില്ല, എന്നാൽ ആരെങ്കിലും പഠിപ്പിക്കുന്നെങ്കിൽ അവള് പഠിക്കട്ടെ അപ്പച്ച. ആ, അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ. തൊമ്മിച്ചന്റെ മകളെ പഠിപ്പിക്കാൻ നമ്മുടെ കർത്താവ് മാലാകയെ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ആ മാലാക അവളെ പഠിപ്പിച്ചോട്ടെ. പിന്നൊരു കാര്യം, പഠിപ്പ് തുടങ്ങിയതിന് ശേഷം അത് മേടിക്കാൻ കാശുക, ഇത് മേടിക്കാൻ കാശുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്നാൽ അന്ന് ഞാൻ ഈ പഠിപ്പ് നിർത്തും. അതും കൂടെ പെങ്ങളോട് പറഞ്ഞുതരാം. സന്തോഷമായല്ലോ, കുഞ്ഞുമോനും സന്തോഷമായല്ലോ. എടാ, ഇത്രയും നല്ല സ്നേഹമുള്ള ഔസേപിതാവിനെ പോലൊരു തന്തയെ എവിടെ കിട്ടൂടാ മക്കളെ? പണിയൊന്നുമില്ലേ? ഈ ഇടവകയിൽ എത്രയോ പാവപ്പെട്ട പെൺകുട്ടികൾ വേറെയുണ്ട്. അവരാരെ സഹായിക്കാതെ. ഈ കാര്യത്തിൽ എന്റെ അഭിപ്രായത്തെക്കാളും പ്രധാനം സ്പോൺസറുടെ താല്പര്യമാണ്. എന്നാലും കർത്താവിന് നിരക്കാത്ത പണിയാണ് തൊമ്മിച്ചന്റെ മകൾക്ക് തന്നെ വേണോ ഇത്? കുഞ്ഞുവരെ വ്യക്തിവൈരാഗ്യം വെച്ച് സംസാരിക്കരുത്. ഇവിടെ തൊമ്മിയല്ല പ്രശ്നം, ഇത്രയും മാർക്ക് നേടിയ ആലീസാണ്.
ഇങ്ങനൊരു നല്ല കാര്യത്തിന് വേണ്ടി സന്മനസ് കാണിച്ച സ്പോൺസർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് വലിയവനാണ്. എന്നാലും അച്ഛൻ ഞാൻ കുഞ്ഞു പറയുന്നത് പോ. ആലീസിന് സന്തോഷമായല്ലോ. കോളേജിൽ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? വളരെയധികം നന്ദിയുണ്ട് ഫാദർ. സാധിക്കുമെന്ന് കരുതിയതല്ല. പഠിപ്പിൽ പരമാവധി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇനി അതാ വേണ്ടത്. എനിക്ക് വേണ്ടി ഇത്രയും വലിയ കാര്യം ചെയ്യുന്ന ആ വലിയ മനുഷ്യൻ ആരാണ് ഫാദർ? വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയരുതെന്നല്ലേ? ആരാണെന്ന് പുറത്തു പറയാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല ആലീസെ. അങ്ങനെ പറയരുത് ഫാദർ. അദ്ദേഹം ആരാണ്? എന്നെ നിർബന്ധിക്കരുത് കുട്ടി. അറിയിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അറിയണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഫാദർ. പ്ലീസ്. കുട്ടിയുടെ മുഖത്ത് നോക്കി വയ്യ എന്ന് പറയാൻ കഴിയുന്നില്ല. ധർമ്മോദയം ഫൈനാൻസിയേഴ്സിന്റെ പ്രൊപ്പറേറ്റർ വൺ മിസ്റ്റർ ധർമ്മരാജ്. താങ്ക് യു ഫാദർ. ഇരിക്കൂ. എന്നെ മനസ്സിലായോ? പള്ളിവാതിക്കൽ തൊമ്മച്ചിന്റെ മകളാ. ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് വീട്ടിൽ വന്നപ്പോ. ആലീസ് അല്ലേ? അതെ. ഇവിടെ ഒരുപാട് നിർബന്ധിച്ചപ്പോഴാ ഫാദർ പല്ലിശ്ശേരി എന്റെ സ്പോൺസർ സാറാണെന്ന് പറഞ്ഞത്. ഇന്ന് ഞാൻ കോളേജിൽ ചേരുകയല്ലേ, അതിനു മുൻപ് ഒന്ന് കാണണം, നന്ദി പറയണം എന്നുണ്ടായിരുന്നു. ഇമാതിരി ഫോർമാലിറ്റീസിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. ഒരു ചാരിറ്റി അത്രേ ഉള്ളൂ. ഏതായാലും ആലീസ് പഠിക്കാൻ പിടിക്കുകയാണെന്ന് കേട്ടു. കീപ് ഇറ്റ് അപ്പ്. ആലീസ് ഇവിടെ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സാർ, എനിക്ക് പഠിക്കാൻ സാഹചര്യം ഇല്ലാഞ്ഞിട്ടല്ല. എന്റെ അപ്പച്ചൻ. അറിയാ ആലീസേ, ഇതൊക്കെ ഒരു കർമ്മഫല. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത പോലെ അല്ലേ? എന്റെ വീട്ടുകാർക്ക് എന്നെ കൂടുതൽ പഠിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ആലീസ് പഠിക്കണം, പഠിച്ച് മിടുക്കിയാവണം, ഉയരങ്ങളിലെത്തണം. ആലീസിന്റെ ഉയർച്ച കണ്ട് അപ്പച്ചൻ ലജ്ജിക്കണം. പിന്നെ എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാൻ മടിക്കരുത്. താങ്ക് യു സാർ. സമയമായില്ലേ? ചെല്ലു. ആലീസ്, ആലീസിന്റെ കയ്യിലെന്താ? അപ്പച്ചാ കുഴപ്പമായിന്നാ തോന്നേ. എന്താ, ആർക്കെങ്കിലും വയറ്റിലുണ്ടായോ? വയറ്റിലല്ല, ചന്തയില ഉണ്ടായിരിക്കണത്. വേറൊരുത്തൻ പലിശയ്ക്ക് പണം കൊടുക്കാൻ വന്നിരിക്കുന്നു. ഈ ചന്ത പള്ളിവാതിക്കെ തൊമ്മിച്ചിനെതിരെ ആരാടാ പണം കടം കൊടുക്കാൻ ധൈര്യപ്പെട്ടത്? ആരാടാ? അയാൾ കുറഞ്ഞ പലിശയ്ക്ക് പണം കൊടുക്കുന്നത്. അത് തൊമ്മിക്കിട്ടൊരു തള്ളാണല്ലോടാ. ഒരു കാര്യം ചെയ്, ഇത് പിടി. എവിടെയാണ് അവൻ? ദേ അവിടെ. കാശ് എത്ര വേണമെന്ന് വെച്ചാൽ പറഞ്ഞോ. തൊമ്മിയുടെ അത്രയ്ക്ക് ബ്ലേഡ് വലിച്ചൊന്നുമില്ല. മര്യാദ പലിശ, മര്യാദ പെരുമാറ്റം. കാശ് കിട്ടാൻ വേണ്ടി ആരുടെയും കെട്ടുതാലും പൊട്ടിക്കൂല. എത്രയാ വേണ്ടതെന്ന് വെച്ചാ പറ. എന്നാ ഒരു 500 ഇങ്ങിതാ. കച്ചവടം ഒന്ന് ഒഴിപ്പിക്കട്ടെ. പുതിയ പലിശക്കാരൻ. നീ എന്ന് മുതലാണോ പലിശക്ക് കൊടുക്കാൻ തുടങ്ങിയത്? എന്താ തൊമ്മിച്ചിന് കാശ് വല്ലതും വേണോ? എത്ര വേണം പറഞ്ഞോ. കയ്യിൽ ഒരുപാട് കാശുണ്ടെങ്കിലേ മുഴുവനും ഞാൻ എടുത്തോളാം, പലിശയും തരാം. ഇത് തൊമ്മിയുടെ മൈതാനമാ, ഇവിടെ കളിക്കല്ലേ. മൈതാനത്ത് ഒറ്റയ്ക്ക് കളിച്ച ഒരു രസമില്ല തൊമ്മിച്ച. രസം ഉണ്ടാക്കുന്നില്ല പട്ടി കഴിവറവന്. ഇവിടെ കിടന്ന് കളിക്കാൻ മാത്രം ചങ്കുറ്റുണ്ടോ നിനക്ക്? പറയണം, പറയണം. തൊമ്മിച്ച പഴയ പോലെ എന്നോട് കളിച്ചാൽ ചോദിക്കാൻ ആളുണ്ട്. ആരാണാ പുല്ലേ ചോദിക്കാൻ വരുന്നത്? എടാ, ഇത് പള്ളിവാതിക്കെ തൊമ്മിച്ചന്റെ സാമ്രാജ്യമാ. എന്റെ കച്ചവടം തകർക്കാൻ വരുന്നവൻ ഏത് മഹാരാജാവാണെങ്കിലും അടിച്ചവന്റെ നട്ടലിയാ ഓടിക്കും. പുല്ലേ
അവരെ സൂക്ഷിച്ചു നോക്ക്. തൊമ്മിച്ചന്റെ മുഖത്ത് ചെറിയൊരു ഭയപ്പാട് കാണുന്നില്ലേ? മനുഷ്യജീവന്റെ വിലയും മാന്യതയും വരെ പലിശയും കൂട്ടുപലിശയുമായി കൈപ്പറ്റുന്ന തൊമ്മിച്ചനെതിരെ ആയുധബലത്തിന്റെ സ്ഥാനത്ത് പിൻബലം കൊണ്ടും പുതുമയുടെ മണമുള്ള കറൻസികളുമായി ഞാനും ഉണ്ടാവും. എടാ സണ്ണിമോനെ, ഇവൻ എന്തോന്നാ ഈ പറയുന്നേ? എടാ വരത്തൻ കൊച്ചനെ, നീ തൊമ്മിച്ചന്റെ പുറത്ത് ആനമയിലൊട്ടകം കളിച്ചു പഠിക്കല്ലേ. തൊമ്മിച്ചന് തൊട്ടിയാൻ വലിയ നേരമൊന്നും വേണമെന്നില്ല. നീ മര്യാദക്ക് പോ. ഈ അഴുക്കേലിനേക്കാൾ പരമാറിയാ ഞാൻ പറഞ്ഞു കൊടുക്കണ മക്കളെ. ഒരു രക്ഷകൻ വന്നിരിക്കുന്നു, കുഞ്ഞു പറയുന്നതിന്റെ രക്ഷകൻ. അതേടോ, രക്ഷകൻ തന്നെയാ രക്ഷകൻ. കുഞ്ഞു പറയുന്നത് ചന്തയിൽ തനിക്കെതിരെ ഇറക്കി കളിക്കുന്ന രൂപ ആരുടെന്നറിയോ? ഈ ധർമ്മന്റെയാ. നീ പറഞ്ഞില്ലേ നീ അഴുക്ക് ചാലിനേക്കാൾ നാറിയാണെന്ന്? അങ്ങനെ സംഭവിക്കും, നീ പോലും അറിയാതെ. തേ പിടിച്ച പട്ടിയെ പോലെ, ഗതി കിട്ടാത്ത ആത്മാവനെ പോലെ അലയും. സ്വയം സ്വീകരിച്ച് കുടിയിരുത്തിയ കുറെ കുടിപ്പകകൾ നിന്നെ വേട്ടയാടും. തൊമ്മിച്ച ഇത് വെറും വാക്കൊന്നുമല്ല. നിന്റെ വേദപുസ്തകത്തിലെ യോഹന്നാൻ എഴുതിയ വെളിപാട് പോലെ ഒരു പ്രവചനം. എടാ ജോണിമോനെ, നീ രണ്ട് മെടികീറി മേടിച്ചോണ്ട് വാ. എടാ സണ്ണിക്കുട്ടി, നീ ഒരു കുടം വെള്ളം എടുത്തോണ്ട് വാ. ഞാൻ ഈ തിരുക്കുമാറിന്റെ തൃപ്പാദം കഴുകി 2 തിരിയും കത്തിച്ച് വെച്ചൊന്ന് സംസാരിക്കട്ടെ. സമയമായില്ല തൊമ്മിച്ച. നീ എന്റെ കാല് കഴുകും, വെള്ളം കൊണ്ടല്ല, കണ്ണീര് കൊണ്ട്. 2 മെഴുകുതിരി വാങ്ങി സൂക്ഷിച്ചോ, കത്തിച്ചു വെച്ച് ഉള്ളുരുക്കി പ്രാർത്ഥിക്കാൻ. ഇവനാരും ഉപദേശമത്തായിയ. എടാ കൊച്ചനെ, നീ ഈ ചന്ത പുതിയതാ. പള്ളിവാതൊക്കെ തൊമ്മിച്ചനെ കുറിച്ച് നിനക്കൊരു ചുക്കും അറിയില്ല. അറിയാം, പെറ്റമ്മയ്ക്ക് താലി പണിയിച്ചാൽ പോലും കാൽപ്പണം പൊന്നെങ്കിലും സ്വന്തമാക്കാൻ മനസ്സ് മടിക്കാത്ത പള്ളിവാതുക്കൽ തൊമ്മിച്ചൻ ഈ മൃഗത്തിന്റെ മുന്നിൽ പണത്തിനായി യാചിക്കേണ്ടി വന്നവർക്കായി തന്റെ ഇടത്തോടെ വിളിക്കാൻ ഞാനൊരു പേരിടുന്നു: പള്ളിവാതുക്കൽ തെമ്മാടി. തെമ്മാടി തെമ്മാടി കഞ്ഞി വിളമ്പി വെച്ചിട്ടുണ്ട്. നിന്റെ അപ്പനോട് കൊടുക്കടി. എടീ, വാഴപ്പള്ളി മാർക്കറ്റിൽ ഒരുത്തം പലിശയ്ക്ക് കടം കൊടുത്താൽ മതി. ഈ ഞാൻ മാത്രം. പള്ളിവാതൊക്കെ തൊമ്മിച്ചനെ കച്ചവടം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു ഒരു ഊപ്പ. ആരുടെ കാര്യം നിങ്ങൾ ഈ പറയുന്നേ? മരിച്ച് നരകത്തിൽ പോയ നിന്റെ അപ്പന്റെ സ്വത്തുക്കയ്യം പത്രോസിന്റെ. പോയിട്ട് എന്താ അവന്റെ ഓഫീസ് കണ്ടുപിടിച്ച പറ്റാ? ധർമ്മോദയം ഫൈനാൻഷ്യൽ വലിയ കമ്പനിയാ. ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് നടത്തുന്നത്. അല്ല, അവൻ ഈ വാഴപ്പള്ളി മാർക്കറ്റിൽ തന്നെ പലിശയ്ക്ക് പണം കൊടുക്കേണ്ട കാര്യം എന്താ? എന്തെങ്കിലും കാര്യം ഉണ്ടാവണം. അല്ലെങ്കിൽ 18 കൊല്ലം മുമ്പ് മേടിച്ച തുക അവ പലിശ സഹിതം മടക്കി തരില്ല. ദാനധർമ്മങ്ങൾ ഒരുപാട് ചെയ്യുന്ന ആളാണെന്നാ കേട്ടത്. അവനെ കുറിച്ച് നല്ല അഭിപ്രായം മാർക്കറ്റിലുള്ളവർക്ക്. ആ അഭിപ്രായം നമുക്ക് മാറ്റിയെടുക്കാം. നാളെ അവൻ വരട്ടെ. അപ്പച്ച, എടുത്തു ചാടുന്നത് ബുദ്ധിയല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അവന്റെ പിന്നിലുള്ള ശക്തി എന്താന്ന് നമുക്കറിയില്ല. നമ്മുടെ മാർക്കറ്റില് നമുക്ക് തിരിച്ചടി കിട്ടാന്ന് വെച്ചാ? നീ പറയുന്നത് ശരിയാ. അവൻ കാശ് കൊടുക്കട്ടെ, ഇഷ്ടം പോലെ കൊടുക്കട്ടെ. എവിടം വരെ പോകും നമുക്കൊന്നും അറിയാമല്ലോ. എടാ, പള്ളിവാഴക്ക തൊമ്മിച്ചിനെ തോപ്പിക്കാൻ ധർമ്മന്റെ തന്ത വരണം. ിന്ന് 10 പോയി 46. എന്താ വർഗീസേ? എന്റെ മൂത്ത മോൾ റോസമ്മയുടെ കല്യാണം ഉറപ്പിച്ചു. പെട്ടെന്ന് നടത്തണമെന്നാ ചെറുക്കന്റെ വീട്ടുകാർ പറയുന്നത്. നടത്തി കൊടുക്കടോ. എന്തായാലും ഒരുത്തന്റെ കൂടെ പറഞ്ഞു വിടണം. അത് നേരത്തെ ആയാൽ വീട്ടിൽ ഒരാളുടെ ചെലവ് ലാഭിക്കാവല്ലോ. അങ്ങോട്ടിരിക്കെ. അരിക്കും മുളകിനൊക്കെ ഇപ്പൊ എന്താ വില? സ്ത്രീധന ചെലവടക്കം 1 ലക്ഷം രൂപയുടെ കുറവുണ്ട്. ഞാൻ എന്താ വേണ്ടത് വർഗീസേ? വലിയ പലിശ തന്ന് ചന്തയിൽ കച്ചവടം നടത്തണ പോലെ അല്ലല്ലോ ഇത്. എന്റെ മോളുടെ ജീവിത പ്രശ്നമാണ്. കുറഞ്ഞ പലിശയ്ക്ക് തൊമ്മി കടം കൊടുക്കില്ലെന്ന് തനിക്കറിയാൻ മേലേ? വരത്തിനോട് വേണേ കുറഞ്ഞ പലിശയ്ക്ക് എനിക്ക് കാശ് മേടിക്കാം. പക്ഷെ തൊമ്മിച്ചിനോടൊരു വാക്ക് പറയാതെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഞാനിവിടെ ഉള്ളപ്പോ താനെന്തിനാ അവനോട് കാശ് മേടിക്കാൻ പോകുന്നത്? കുത്തനച്ച് പെരപ്പുറം തൂക്കുമെന്നറിയില്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവസാനം വാഴപ്പള്ളി ചന്തക്കാർക്ക് ഈ പള്ളിവാക്ക് തൊമ്മിച്ചനെ ഉണ്ടാവൂ. അതറിയാം തൊമ്മിച്ചാൻ. എനിക്ക് നിങ്ങളുടെ കാശ് ചെറുക്കൻ എന്താടോ പണി? RT ഓഫീസിലെ പ്യൂണാ. 2 ലക്ഷം രൂപയാ സ്ത്രീധനം ചോദിക്കുന്നത്. എന്റെ ഈശോ മിശിഹായെ, ഒരു പിയൂൺകാരന് 2 ലക്ഷം രൂപ സ്ത്രീധനമോ? അങ്ങനെ പറയിച്ച. അങ്ങനെയാണെങ്കിലേ എന്റെ ആമ്പിള്ളേർക്ക് എന്ത് കിട്ടും സ്ത്രീധനം? തൊമ്മിച്ചിന്റെ മക്കൾക്കാകുമ്പോ ഒരു 5-8 ലക്ഷം കിട്ടും. ആഹാ, അത് കൊള്ളാവല്ലോ വർഗീസേ. അങ്ങനെയാണെങ്കിലേ ആ 3 വരാൻ പറ. എന്റെ മൂത്തമോ സണ്ണിയെ ഉടനെ കെട്ടിച്ചേക്കാം. ശരി തൊമ്മിച്ച. അപ്പോ എന്റെ കാര്യം
കാശിന്റെ കാര്യമല്ലേ അത് ഞാൻ ഏറ്റെടോ. താങ്കൾ ചെന്നേ. ആ തൊമ്മിച്ചന്റെ സാമ്രാജ്യത്തിൽ കയറി വിലസിയതിന് സന്തോഷമാങ്കൽ. നിന്റെ ഓരോ കളികൾ കാണുമ്പോ എനിക്ക് പേടിയാവുന്നുണ്ട്. ഇനിയെങ്കിലും ഒന്ന് നോക്കിയും കണ്ട് ജീവിക്കണമാ. അങ്ങനെയൊക്കെ നോക്കിയും കണ്ട് ജീവിച്ചിരുന്ന എന്റെ അച്ഛന്റെ കാര്യം അറിയാലോ അങ്കിൾ. എനിക്കിനി ഒന്നും നോക്കാനില്ല, ആരും പേടിക്കാനുമില്ല. നീ ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. ആ വാടോ, തന്നെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എടോ പൊറിഞ്ഞു, താൻ ഈ നാട്ടുകാരെ മുഴുവൻ പെണ്ണ് കെട്ടിക്കുന്നുണ്ടല്ലോ. ചെറിയാച്ച മുതലാളിക്ക് മാത്രം എന്താ ഒരു പെണ്ണിനെ കിട്ടത്തില്ലേ? കിട്ടാഞ്ഞിട്ടാണോ? നടക്കണ്ടേ, ഇതിനൊക്കെ ഒരു യോഗം വേണ്ടേ മുതലാളി? എടോ, കായംകുളത്തൊരു പെണ്ണുണ്ടെന്ന് താൻ പറഞ്ഞിരുന്നല്ലോ. നമുക്കൊന്ന് കാണാൻ പോകണ്ടേ? ഓ, ഇപ്പൊ അതിനൊന്നും സമയമില്ല മുതലാളി. വലിയൊരു കോള് വന്ന് വെട്ടിരിക്കുക. വാഴപ്പള്ളിയിലെ കാശികാരൻ പള്ളിവാതിക്കൽ തൊമ്മിച്ചന്റെ മകൻ സണ്ണിക്കൊരു പെണ്ണ് വേണം. തൊമ്മിച്ചിനെ നന്നായി അറിയാവുന്നതുകൊണ്ട് വാഴപ്പള്ളിക്കാർ പെണ്ണ് കൊടുക്കൂല. ഇഷ്ടം പോലെ കാശുണ്ട്. ചട്ടുകാലിയോ ഊമയോ മുടന്തിയോ ആരായാലും വേണ്ടില്ല. 10 ലക്ഷം രൂപ ശ്രീധരൻ കിട്ടിയാൽ മതി പുള്ളിക്കാരന്. എനിക്കാണെങ്കിൽ ശ്രീധരം ഒന്നും വേണ്ടല്ലോ. ഓ മുതലാളി ഒന്ന് സമാധാനപ്പെട്, നമുക്കതൊക്കെ ഒന്ന് ആലോചിക്കാന്നേ. ആ തൊമ്മിച്ചന്റെ മകന്റെ കേസ് ഒന്ന് കഴിഞ്ഞോട്ടെ. കൊള്ളാം കൊള്ളാം, കൊറേ കാലം ആയല്ലോ. നിനക്കെന്റെ കയ്യിന്നുള്ളാതിരുന്നാ മതി. അങ്കിളെ, ഓ ആ തൊമ്മിച്ചന്റെ മകന്റെ കല്യാണം നമുക്കങ്ങ് നടത്തിയാൽ? ഓ അത് ശരി. അപ്പൊ നിനക്ക് അവന്റെ മകന്റെ കല്യാണം നടത്താനാ താല്പര്യം അല്ലേ? അല്ലെങ്കിലേ, ഇതാണ് അവസരം. തൊമ്മിയുടെ വീട്ടിലേക്ക് മരുമകളായി അയക്കാൻ പറ്റിയ ഒരു പെണ്ണിനെ നമുക്ക് വേണം. മിടുക്കിയായൊരു പെണ്ണ്, ചവിട്ടാൻ കാലോങ്ങുമ്പോൾ വാക്കത്തി എടുക്കുന്നവൾ, തെറി പറയാൻ തൊമ്മിയേക്കാൾ കഴിവുള്ളവൾ. തൊമ്മിച്ചനെതിരെയുള്ള എന്റെ ആദ്യത്തെ ആയുധം. അതിന് തപ്പി നടക്കുകയൊന്നും വേണ്ട. ചെറായി കടപ്പുറത്ത് കിടകിടാ വിറപ്പിക്കുന്ന ഒരുത്തിയുണ്ട്, ഉടുമ്പ് കത്രീന. അവളോ? റോസാപ്പൂവാണിത്, കടലിലെ റോസാപ്പൂവ്. ഓ, അവക്കിട് റോസാപ്പൂ, കടലിൽ ചത്തുപൊങ്ങിയ മീനാണിത്. ദേ തള്ളേ, കച്ചവടത്തിൽ കുശുമ്പി ശരിയല്ല കേട്ടോ. സാറേ, കടലിലെ പൊന്ന കത്രീനയുടെ നെയ്മി ഒന്ന് തൊട്ടു നോക്കിയട്ടെ സാറേ. പുല്ലന്റെ മോനെ, തൊട്ടാ നീ എന്ത് ചെയ്യടി? വിടരെ ചാവാലി. പടച്ചു വിട്ടവരെ കാണണമെന്നുണ്ടെങ്കിൽ മോൻ പോ. വെറുതെ വേണ്ടടി, വഴി നിറയെ കാശിട്ട് തരാം. കാശ് അരയത്തി പെണ്ണിന്റെ മാനത്തിന് 10 കാശിന് വാരി കിട്ടുന്ന മീന്റെ വിലയേ ഉള്ളൂ എന്ന് വിചാരിച്ചോ? ചന്തയിലും നോക്കിയും കണ്ടും കളിച്ചില്ലേ, കഴുത്തേല് ചോര പറ്റും ചോര. ചെയ്യുന്നത് ചതിയാണെന്നറിയാം, എന്നാലും കത്രീനയ്ക്കൊരു ജീവിതം കിട്ടും. പള്ളിവാതിക്കൽ തൊമ്മിച്ചിനെ മുട്ടുകുത്തിക്കാൻ കത്രീനയ്ക്ക് കഴിയും. സാറന്മാര് പറയണത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ കള്ളത്തരം പറഞ്ഞ് ഒരുത്തന്റെ ഭാര്യയായ ഒരു കുഴപ്പമില്ല. ഇനി അഥവാ എന്തെങ്കിലും കുഴപ്പമുണ്ടായ ഞങ്ങൾ നോക്കിക്കോളാം. എത്ര രൂപ വേണമെങ്കിൽ തരാം. പക്ഷേ കത്രീന എന്നെ ഒന്ന് സഹായിക്കണം. 25,000 50,000 എത്ര വേണമെന്ന് പറഞ്ഞോളൂ. എനിക്കൊരു 30,000 രൂപ തരുമോ? എന്റെ ചേച്ചിക്കൊരു ജീവിതം കൊടുക്കാനാ. അപ്പച്ചൻ കെട്ടിച്ചയച്ചതാ. പറഞ്ഞ സ്ത്രീധനം കൊടുക്കാൻ പറ്റാതായപ്പോ ചേച്ചിയെ തിരിച്ചുണ്ടാക്കി. അപ്പച്ചൻ മരിക്കുമ്പോ 30,000 ബാക്കി കൊടുക്കാനുണ്ടായിരുന്നു. ആ രൂപ എനിക്ക് അവരുടെ മുഖത്ത് കൊണ്ടറിയണം. എന്റെ ചേച്ചി ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നത് കാണാൻ എന്ത് വേഷം കെട്ടാനും ഞാൻ തയ്യാറാ. ഇത് 30,000 രൂപയാണ്. വേണ്ട കത്രീനെ, ഞാനിവിടെ കഴിഞ്ഞോളാം. എനിക്ക് വേണ്ടി ഇങ്ങനൊരു കള്ളത്തരം കാണിക്കണം. എന്തെങ്കിലും അവർ പറഞ്ഞാ എന്നെ വെച്ചേക്കില്ല. അതോർത്ത് ചേച്ചി വിഷമിക്കണ്ട. എന്നെ കാക്കാൻ എനിക്കറിയാം. പെട്ടെന്നൊരു തീരുമാനം പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആലോചിച്ച് പറഞ്ഞാൽ മതി. തീരുമാനം എന്തു ആട്ടെ, ആദ്യം ചേച്ചിയെ ഭർത്താവിന്റെ വീട്ടിൽ കൊണ്ടാക്കുക. വാങ്ങു കത്രീനെ, സഹായിച്ചാലും ഇല്ലെങ്കിലും നീ ഈ പണം എനിക്ക് തിരിച്ചു തരണ്ട. വാങ്ങിച്ചോളൂ. ചേച്ചി ധൈര്യമായിട്ട് അകത്തോട്ട് ചെല്ലേ. ഇത് ചേച്ചിയുടെയും കൂടെ വീടാ. ആണാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നട്ടല് വേണം. എന്റെ ചേച്ചിയുടെ മാപ്പിളയായിപ്പോയി. അല്ലേ നല്ല പൊളിച്ച തെറി ഞാൻ പറഞ്ഞേനെ.
നീ എന്തിനാ വെറുതെ ചോദിച്ചാൽ കുറ്റം പറയണേ? അച്ചായനൊരു പാവമാണ്. ആഹാ, അങ്ങനെ എന്റെ മോനൊരു പാവയാക്കി ഈ വീട്ടിൽ താമസിക്കാന്ന് കരുതണ്ട. ശ്രീധരക്കാശിന്റെ ബാക്കി കിട്ടാതെ ഈ വീട്ടിൽ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കിടന്ന് തുള്ളാതെ തള്ളേ. എന്റെ ചേച്ചിക്ക് നിങ്ങൾ നിശ്ചയിച്ച വിലയുടെ ബാക്കി തുക മുഴുവനും ഞാൻ കൃത്യമായി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ നോക്ക്. അമ്മച്ചി ഏൽപ്പിച്ചാ മതി. എന്റെ ചേച്ചി നിങ്ങളോടൊപ്പം അല്ലേ ജീവിക്കേണ്ടത്? അപ്പൊ കണക്ക് നിങ്ങൾ തന്നെ സൂക്ഷിക്കുന്നതാ നല്ലത്. അവ സൂക്ഷിക്കുന്നത് ഞാൻ സൂക്ഷിക്കുന്ന ഒരുപോലെയാ. ഇങ്ങോട്ട് കൊണ്ട രൂപ. മോളകത്തേക്ക് വാ, നിക്ക്. പിന്നെ ഇനി എന്റെ ചേച്ചിക്ക് ഒരു കുറവും ഇവിടെ ഉണ്ടാവരുത്. സ്റ്റവ് പൊട്ടിത്തെറിക്കലും കടപ്പുറത്ത് സ്റ്റവും പന്തലും ഒക്കെ ഇവിടെ പതിവുള്ളതാ. എന്റെ ചേച്ചിക്ക് അതുണ്ടായാൽ അരിഞ്ഞളഞ്ഞൻ. കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ പറയാം. കുറെ നേരമല്ലേ ചോദിക്കാൻ തുടങ്ങിയിട്ട്? ഓ, കാത്തിരുന്ന് മുഷിഞ്ഞു. ഇനി മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ലേറ്റാവും. ഒരച്ചൊരച്ചിരിക്കുക. 3 മണിക്കൂറായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. മീൻകാരിയ കുറച്ച് വൃത്തിയായി വരണമെങ്കിൽ അല്പം സമയം എടുക്കും. ഇനി ഒരച്ചൊരച്ച് വെളുപ്പിക്കട്ടെ, ഞാൻ പോവാ. അയ്യോ, മുതലാളി പോയാലെങ്ങനെ? കത്രീനയുടെ മേക്കപ്പ് കഴിയുമ്പോ മുതലാളിയെ കൂടി ഒന്ന് ചെറുപ്പമാക്കി എടുത്താലോ? ഈ ചെറുപ്പം കൊണ്ടൊക്കെ കിട്ടാവുന്ന പെണ്ണ് മതിയായിരിക്കേ. അയ്യോ, അങ്ങനല്ല മുതലാളി. മുതലാളിക്ക് പറ്റിയ ഒരാളെ ഇവിടുന്ന് കിട്ടുമോന്ന് നമുക്കൊന്ന് തപ്പി നോക്കാം. അതെ, തപ്പി എടുത്തതിനെ ആദ്യം നേരെയാക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യം ആലോചിക്കാം. അല്ല മുതലാളി, എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഉടുമ്പ് കത്രീനെ തൊമ്മിച്ചന്റെ മകന് കെട്ടിച്ചു കൊടുക്കുന്നത്? എന്നാ പിന്നെ മുതലാളിക്ക് എന്നെ കെട്ടിയാ പോരെ? നിനക്കൊന്നും മനസ്സിലാകണ കുറങ്ങ. വേണ്ടെങ്കിലേ, അങ്കിളിന് ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ആരാ? നല്ല സുന്ദരി, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവൾ, അനുസരണയുള്ളവൾ. ഓ, രസത്തിനാണ് പൊട്ടിക്കല്ലേ. ആരാണെന്ന് പറയാ. സമയമായിട്ടില്ല. അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകും. കർത്താവേ, ആരാ ഇത്? വരൂ വരൂ. ആദ്യം നീ സ്വഭാവം മാറ്റണം. ഏത് സ്വഭാവം? നീ വെറും ഒരു മീൻകാരിയല്ല, വലിയ വീട്ടിലെ പെണ്ണല്ലേ. അരയെ കെട്ടിരിക്കുന്ന ലുങ്കി അല്ല, സാരിയാണ്. അതിങ്ങനെ എപ്പോഴും പൊക്കി. ഇവളെ കൊച്ചുനാളിന് തൊട്ടേ പൊക്ക് ശീലിച്ചതാ. ഇവളടുത്ത് പൊക്കരെന്ന് പറഞ്ഞാൽ എങ്ങനെയാ പൊക്കും? അല്ല, അത് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം പൊക്കിയാ മതിയല്ലോ. ഇവിടെ വരുമ്പോ ഇത്തിരി വൃത്തിയായിട്ടൊക്കെ ഇരുന്നോട്ടെ. കത്രീന, ദേവി ഇതാ സാരി കുത്തി അഴിച്ചിട്ട്. അയ്യോ സാറേ, കുത്തഴിച്ചിടാൻ പറഞ്ഞ അവള് മൊത്തം അഴിച്ചിടും. ഇനി കത്രീനെ ആകെ ഒന്ന് മാറ്റിയെടുക്കണം. ഭാഷ, നടത്തം, പെരുമാറ്റം എല്ലാം. ആ തൊമ്മിച്ചന്റെ വീട്ടിലേക്കല്ലേ പോണത്? അവിടെ നല്ല പെരുമാറ്റം കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഒന്നാം തരം പുളിച്ച് നാറിയ തെറിയ അവന്റെ നാവിന്ന് വരൂ. തെറിയെങ്ങാനും കേട്ടാലേ എന്റെ സ്വഭാവം മാറും. അത് കേൾക്കുമ്പോഴല്ലേ. അവര് നിന്നെ പെണ്ണ് കണ്ട് കെട്ട് നടന്നതിന് ശേഷം എന്തു വായിക്കും. പക്ഷെ അതുവരെ ഞാൻ പഠിപ്പിച്ച പോലെ തന്നെ പെരുമാറണം. എനിക്ക് പഠിപ്പും വായനയൊന്നും അറിയില്ല സാറേ. അത് സാരമില്ല. 2 ദിവസം കൊണ്ട് കത്രീനെ ഞാൻ അത്യാവശ്യം വേണ്ടതൊക്കെ പഠിപ്പിക്കാം. കത്രീന പോലും അറിയാതെ. ആദ്യം നമുക്ക് ഈ കത്രീന എന്നുള്ള പേരങ്ങ് മാറ്റിയാലോ? അത് ശരിയാ. കത്രീനാന്ന് കേട്ട ഉടുമ്പന്റെ ഒരു തോന്നലുണ്ടാവും. ഉടുമ്പ് നിന്റെ അപ്പനാ. സംഗതി കുഴപ്പമാണെന്നാ തോന്നുന്നേ. കത്രീന പ്ലീസ്. അങ്കിളെ, നമുക്ക് വിളെ സൂസന്ന എന്നാക്കാം. എങ്ങനെയുണ്ട്? നല്ല പേര്. ഈ സൂസന്നയ്ക്ക് നല്ലൊരു അപ്പനും വലിയൊരു വീടും ഒക്കെ വേണ്ടേ? അതെ അതെ. ചെറുപറമ്പിൽ ചെറിയ അച്ഛന്റെ മകൾ സൂസന്ന. ചെറിയാച്ചനോ? അത് ഞാനല്ലേ. ആ തൊമ്മിച്ചനകാർ അറിയുകയാണെങ്കിൽ അവന്റെ കൊള്ളമാനൂരും വേണ്ട. ഈ കളിക്ക് ഞാനില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവനൊരു അപ്പനാക്കാം. ഓക്കെ, നല്ല ചായയുണ്ട്. വേണ്ട വേണ്ട, അതിന്റെ ഒരു ഗെറ്റപ്പ് അങ്കിളിനേ ഉള്ളൂ. ധർമ്മ, എനിക്കിപ്പോ നിന്നെ സംശയം തോന്നുന്നുണ്ട്. തൊമ്മിച്ചനോടാണോ എന്നോടാണോ നിനക്ക് പക? അപ്പച്ചൻ പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. ഒരു പട്ടി കഴിവരുടെ മക്കളും അപ്പച്ചന്റെ മേത്ത് തൊടുകയല്ല. തൊട്ട അരിഞ്ഞാളെ ഞാൻ. ആദ്യം നീ എന്നെ അറിയടി. അങ്കിള് വിഷമിക്കാതിരിക്കേ, ഞാനില്ലേ. കത്രീന വാ. 2 ദിവസം കൊണ്ട് ഞാൻ കത്രീനെ സൂസന്നയാക്കി മാറ്റും. ചെറായിലെ ചെറുപറമ്പത്ത് ചെറിയാച്ചനെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലല്ലോ. അല്ല, എന്നാ കേട്ടോ. നല്ല നീറ്റ് ഫാമിലിയാ. പെണ്ണാണെങ്കിൽ ആദ്യസുന്ദരിയാ. അത് കേളാ, ഇക്കിലി തടയുവോ? ഇതിനെക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. അതാണ് പ്രശ്നം. സ്ത്രീധനം സ്വർണമായിട്ടേ കിട്ടൂ. പെണ്ണിന്റെ അപ്പന് സ്വല്പം സ്വർണം കള്ളക്കടത്തുള്ള കൂട്ടത്തില. അവരുടെ വീട്ടിൽ സ്വർണം വെച്ചിരിക്കുന്നത് ഇങ്ങനെ സ്ത്രീധനം സ്വർണമായിട്ട് മതി. അത് കുഴപ്പമില്ല. അപ്പൊ ഓക്കെ.
പക്ഷെ വേറൊരു പ്രശ്നം, പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെടുവോ എന്നൊരു സംശയം. അതെന്താ? എന്റെ മോന് കാശില്ലേ? എടോ ബ്രോക്കറെ, ഞാൻ ഈ സമ്പാദിക്കുന്നത് മുഴുവനും എന്റെ മക്കൾക്ക് വേണ്ടിയാ. അതല്ല, പെണ്ണ് വലിയ പഠിത്തക്കാരിയാ, ഡൽഹിയിലാ പഠിച്ചത്. ചെറുക്കൻ 8ാം ക്ലാസ്സുകാരനാണെന്ന് അറിഞ്ഞ 8ാം ക്ലാസ്സുകാരനായാലെന്താ? പള്ളിവാതക്കന്മാരുമായി ബന്ധം സ്ഥാപിക്കുന്നത് ഒരു ഭാഗ്യമല്ലേ? ശരിയാ, അത് അവളുടെ ഭാഗ്യം തന്നെ. ഹലോ, ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? കാണാൻ കിട്ടുന്നില്ലല്ലോ. വേണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ, ഓരോ തിരക്കല്ലേ. ഞാൻ അറിയുന്നുണ്ട്. ഇപ്പൊ വലിയ പലിശക്കാരനായിരിക്കില്ലേ മാർക്കറ്റില്? വെറുതെ എന്തിനാ അപ്പച്ചനോട് ഉടക്കാൻ പോയത്? ഉടക്കിയത് ഞാനല്ല, നിന്റെ അപ്പച്ചനാ. എല്ലാവരോടും കളിക്കണം, അതൊരു ധർമ്മനോട് പറ്റില്ല എന്ന് വിചാരിച്ച് കാണില്ല പുള്ളിക്കാരൻ. ഈ ധൈര്യം തന്റെ ഇടൊക്കെ എനിക്കിഷ്ടായി. പക്ഷെ അപ്പച്ചന് ആള് പെശക. ഇച്ചായമാരാണെങ്കിൽ വലിയ ചട്ടമ്പികളാ. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പിന്നെ എന്റെ വീട്ടിലൊരു വിശേഷമുണ്ട്. തണ്ണിച്ചാന്റെ കല്യാണം ഉറപ്പിച്ചു. അതെയോ? എവിടുന്ന പെൺകുട്ടി? വലിയ വീട്ടിലെയാ. സൂസന എന്ന പേര്. 250 പവന്റെ സ്വർണ്ണ സ്ത്രീധനം. ആഹാ, അപ്പൊ ആലീസിനെ കിട്ടുന്നവനും കിട്ടുമല്ലോ 250 പവന്റെ സ്വർണം. ഒരു 25 പവൻ പോലും കിട്ടുമെന്ന് എന്റെ സംശയം. മോളെ, സൂസന്നാമോ? യോ, കല്യാണത്തിന് കണ്ടപ്പോ ഒരുപാട് മാലയും വളയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എന്ത് ചെയ്യേ? അത് അമ്മച്ചിയുടെ കൈ കൊടുത്തു. ആണോ? എന്നൊരു കാര്യം ചെയ്യും, മോളും എല്ലാം കൂടെ ഊരി അപ്പച്ചനെടുത്താ. അപ്പച്ചൻ സൂക്ഷിച്ചു വെച്ചേക്കാം, പിന്നെ തരാവേ. പിന്നെ ഇവിടെ കള്ളന്മാരെ ശല്യമുണ്ട്. ഊരി ഊരി. വേണം, കെട്ടുതാലി എടുക്കണ്ട, അത് ദോഷവാ. അതവിടെ കിടന്നോട്ടെ. അപ്പച്ചൻ വെച്ചിട്ട് വരാം. എന്താ മുഖം വല്ലാതിരിക്കുന്നത്? ആഭരണങ്ങളെല്ലാം അപ്പച്ചൻ ഊരി വാങ്ങിയതുകൊണ്ടാണോ? അതൊന്നുമല്ല. എന്നാ സൂസന് പോയി പാലെടുത്തോണ്ട് വാ, അമ്മച്ചി എടുത്തു വെച്ചിട്ടുണ്ട്. സൂസന, എനിക്കറിയാം, ഞാൻ ഒരിക്കലും സൂസനയ്ക്ക് യോജിച്ചവനല്ല. ഡൽഹി പഠിച്ച പെണ്ണ്, എല്ലാ സുഖ സൗകര്യത്തോടും കൂടി വളർന്നവൾ. പക്ഷേ ഞാൻ അങ്ങനെയല്ല, വെറും 8ാം ക്ലാസ്, ഒരു കവലച്ചട്ടമ്പി. അങ്ങനെയൊന്നും പറയരുത്, എനിക്ക് സണ്ണിച്ചായനെ ഇഷ്ടമാണ്. സൂസനെ പോലൊരു പെണ്ണിന് എങ്ങനെ ഈ വീട്ടിൽ കഴിയാൻ സാധിക്കുമെന്ന് അറിയില്ല. അത്രയ്ക്ക് വൃത്തികെട്ട സ്വഭാവ അപ്പന്റെ. സാരമില്ല സണ്ണിച്ചായ, ഞാനത് അറിഞ്ഞു പെരുമാറിക്കോളാം. എന്താ ചെയ്യാ, ഞങ്ങൾ വളർത്തിയത് അങ്ങനെയായിപ്പോയി. ഇഷ്ടപ്പെടാത്തത് കണ്ട ചുട്ട മറുപടി കൊടുക്കണം. അത് ചട്ടമ്പിത്തരമാണെങ്കിൽ അങ്ങനെയുള്ള ചട്ടമ്പിയെ എനിക്കിഷ്ടമാണെന്ന് കൂട്ടിക്കോ. സൂസനയുടെ കയ്യിൽ ഇത്ര പരുക്കനായിരിക്കുന്നത്? അത് മാർക്കറ്റ്. എന്താ, നീ ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ല, വർത്താനം പറഞ്ഞിരിക്കായിരുന്നു. ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് കിടക്ക. കറണ്ട് ബില്ല് താങ്ങാൻ പറ്റത്തില്ല മോനെ. ആ ബില്ല് കണ്ട് വല്ല രോഗവും വന്ന് പെട്ടാ അത് പിന്നെയും ചെലവാ. പിന്നെ പള്ളിവാതുക്ക തറവാട്ടിൽ പെട്ടെന്നൊരു കുഞ്ഞിക്കേട് കാണണമെന്ന് വലിയ മോഹമൊന്നുമില്ല. അതിന്റെ തഞ്ചത്തിന് അതൊക്കെ നോക്കിയും കണ്ടും ഒരു അതിന്റെ മട്ടും മാരിയും ഒക്കെ മനസ്സിലാക്കി ചെലവുണ്ടാക്കി വെക്കരുത്. പോയി ഉറങ്ങിക്കോ. കണ്ണിക്കുട്ടി എഴുന്നേറ്റ മോളെ.
കുളിക്കാണ് അമ്മച്ചി. ഇനി ഇതൊക്കെ ഞാൻ ചെയ്തോളാം. അമ്മച്ചി അനങ്ങാതിരുന്നാ മതി. വേണ്ട മോളെ, മോക്കതൊന്നും ശീലം ഉണ്ടാവില്ല. ആരാ പറഞ്ഞത്? നല്ല ഒന്നാന്തരം കപ്പയും മീൻകറിയും എനിക്കുണ്ടാക്കാൻ അറിയാം. അയ്യോ ചേർത്തി ചതിക്കല്ലേ, ഇതൊക്കെ കഴിച്ച് മടുത്തിരിക്കുക. നൂഡിൽസും ഫ്രൈഡ് റൈസും ഒക്കെ ചേർത്തി ഉണ്ടാക്കുന്ന കണ്ട് പഠിക്കാനിരിക്കാ ഞാൻ. നൂഡിൽസ്? ഓ നൂഡിൽസ്. ആലീസിനൊന്ന് കോളേജില്ലേ? ഉണ്ട്, പോണോന്ന് വിചാരിക്കാം. അവള് വർത്തമാനം തുടങ്ങിയ നിർത്തില്ല. മോളി ചായ കൊണ്ട് സണ്ണിക്ക് കൂടെ ചെല്ലേ. നിന്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങിക്കുടിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇവിടെ തന്നെ ചുറ്റിത്തിരിഞ്ഞത്. എന്താ താമസിച്ച്? അമ്മച്ചിയായി സംസാരിക്കായിരുന്നു. എന്ത് നല്ല അമ്മച്ചി. ഈ ചട്ടമ്പികളെയൊക്കെ അവരെ പ്രസവിച്ചെന്ന് പറയില്ല. അപ്പൊ അത് ശരി. ഇപ്പൊ എന്നേക്കാ കാര്യം അമ്മച്ചിയോടെ ആയല്ലേ? എനിക്കൊരു നല്ല അമ്മച്ചിയെ കിട്ടിയ സന്തോഷമാ. എന്താണ് ഇവളെയും കെട്ടിപ്പിടിച്ച് ഇവിടെ തന്നെ ഇരിക്കാൻ പോവാണോ? ഇറങ്ങാൻ നോക്കണ. നമുക്ക് ചന്തയിൽ പോണോ? ചന്തയിൽ ഇപ്പൊ കാശ് കൊടുക്കുന്നതേ അവനാ, ആ ധർമ്മൻ. നമ്മുടെ അടുത്ത് ഇനി ആരെങ്കിലും കാശ് മേടിക്കുമെന്ന് അവിടെ ചെന്നാലേ അറിയൂ. അവ കൊടുത്താലല്ലേ വാങ്ങൂ. ഇനി അവൻ വാഴപ്പള്ളി ചന്തയെ കാലുകുത്തിയാൽ ഈ പള്ളിവാഴക്ക തറവാട്ടിൽ ആണുങ്ങളില്ല. അപ്പച്ചാ, അവന്റെ പിന്നിൽ ആളുകളുണ്ട്. ആണും പെണ്ണും കെട്ട വർത്താനം പറയാതെ ഇറങ്ങാൻ നോക്കണ. ഇന്നലെ കെട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ. സണ്ണിയെ കൊണ്ടുപോണോ? കെട്ട് കഴിഞ്ഞാൽ എന്താ, അവൻ അടയിരിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ഇറങ്ങാ. ഞാൻ ഇതുവരെ ഒന്നിനും എതിര് വന്നിട്ടില്ല. ഇന്ന് സണ്ണിയെ തല്ലുണ്ടാക്കാൻ കൊണ്ടുപോകരുത്. ഇന്ന് അവർക്ക് വിരുന്നിന് പോണം. വിരുന്നും വെള്ളായ്മയൊന്നും വേണ്ട. ഇവിടെ മനുഷ്യൻ നാല് കാശുണ്ടാക്കാൻ നോക്കുമ്പോഴാ അവിടെ ഒരു വിരുന്ന്. സൂസനയ്ക്കിരുന്ന ശീലം ഉണ്ടാവില്ല. നീ എന്തിനാടാ സണ്ണി പാവം ഈ പെണ്ണിനെ വിഷമിപ്പിക്കുന്നത്? ശരിയാ, ഇച്ചാൻ ഇന്ന് പോവണ്ട. ഇതെന്താ വലുതാവാടോ? അടുക്കളയിൽ പോയി അരി വെക്കാൻ നോക്ക്. പോടി. വെറുതെ തൊമ്മിച്ചനെ മോശമാക്കല്ലേ. സണ്ണി, സൂസന്നയുടെ അപ്പനറിഞ്ഞ മോശ. ഞാനാ പറഞ്ഞത്. നീ ഇന്ന് പോവരുത്. ഇറങ്ങണം കേട്ടോളെ. നീയാണ് തീരുമാനിക്കുന്നത്. അടിക്കാൻ അപ്പച്ചൻ എന്തായി കാണിക്കണേ? തങ്കക്കുടം ഈ അമ്മച്ചിയുടെ നേരെ എന്തിനാ കൈ ഓങ്ങണേ? അതിന് മാത്രം ഇവരെന്താ പറഞ്ഞത്? എടി പെണ്ണെ, നീ ഇടപെടണ്ട. വെറുതെ കനാഗുണ വർത്താനം പറഞ്ഞ് എന്റെ നേരെ വരരുത്. മരുമോളാന്നൊന്നും ഞാൻ നോക്കത്തില്ല. മോളൊന്നും പറയണ്ട. അങ്ങനെ വിടാൻ പറ്റില്ല. കുറെ നേരമായല്ലോ ഇയാള് പെണ്ണുങ്ങളുടെ നേരെ മെക്കിട്ട് കയറാൻ തുടങ്ങിയിട്ട്. എന്താണ് നീ പറഞ്ഞ്? ഇയാളെന്നോ? ഇതേ ഡൽഹിയും പൂനെയൊന്നും അല്ല, പള്ളിവാതിൽക്ക തൊമ്മിച്ചെന്റെ തറവാടാ. നീ ഏത് മറ്റവന്റെ മോളാണെങ്കിലും അടിക്കാൻ ചെപ്പക്കുരി ചേർത്ത് കളയും. താനോലത്തും ഈ പാവ അമ്മച്ചിയുടെ അടുത്ത് കാണിക്കണ പോലെ എന്റെ നേരെ കാണിച്ചാലുണ്ടല്ല. സൂസന്നെ, നീ അപ്പച്ചനോട് സംസാരിക്കരുത്. ചേട്ടത്തിയാണെന്ന് ഞാൻ നോക്കത്തില്ല, പറഞ്ഞേക്കാം. എരണം കെട്ട് വർത്താനം പറയാൻ വന്നത് ഞാനല്ല, നിങ്ങളുടെ അപ്പനാ. ഒന്നെ കൈവറ മോളെ, കൂന്നുകളെ ഞാൻ. എന്റെ കെട്ടിയന്റെ അല്ലാതെ മറ്റാരുടെയെങ്കിലും കൈ എന്റെ ദേഹത്ത് വീണ ഞാൻ ആരാന്നറിയും. നീ ആരാടി പുല്ലേ? ഞാൻ ആരാന്നാ? ചെറായി കടപ്പുറത്ത് പോയി അന്വേഷിച്ചു നോക്ക്. അപ്പ അറിയും കുടുംബ കത്രീന ആരാന്ന്. ചതിച്ചു. ആ തൊമ്മിച്ചനും മക്കളും വരുന്നുണ്ട്. എന്തിനാണെന്നോ? കുടുംബ കത്രീന അവളുടെ തനി സ്വഭാവം കാണിച്ചു. അവള് മുതലാളിയുടെ മകളല്ലെന്ന് തൊമ്മിച്ചൻ അറിഞ്ഞു. കർത്താവേ, സംഗതി ആ കുഴപ്പമായല്ലോ. നീ ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ നിൽക്കേ, ഞാൻ ഇപ്പോ വരാം. സ്വർണം ഒട്ടി കഴിവറ മോനെ.
ഉക്കുമണ്ടാൻ കാണിച്ച് തൊമ്മിനെ മക്കളെ പറ്റിച്ചല്ലടാ. അല്ല, പറ്റിച്ചതല്ല. ആ സ്വർണ്ണക്കടക്കാരന് അബദ്ധം പറ്റിയതായിരിക്കും. ആഹാ, ഖത്തറിന് തന്നെ മകളാണല്ലടാ. അല്ല അല്ല. അയ്യോ, ആണെന്ന് പറ മുതലാളി. ആണോ? ആ. ആണ്. ഇവരൊരുത്തര എന്റെ മോന്റെ ഭാവി നശിപ്പിച്ചത്. തൂക്കണം അവരെ. രക്ഷപ്പെട്ടു. ഇവനെ കൊന്ന് കായലെറിയടാ. കാത്രീന നിന്റെ മോള അല്ലടാ. വള്ളിവാഴ്ക്കത്തൊന്നിനെ മക്കൾ പള്ളിവാഴക്ക് തൊമ്മിച്ചനെയും മക്കളെയും തടഞ്ഞത്? ഞാൻ തരകൻ. ഉടുമ്പ് കത്രീന നിങ്ങളുടെ വീട്ടിലുണ്ടല്ലേ? എനിക്ക് അവളെ വേണം. ഞാൻ അവളെ കൊണ്ടുപോകും. കഴിവേറി മോളെ ഇറങ്ങിയല്ലേ വീട്ടിൽ നിന്ന്? നിനക്കെന്റെ കെട്ടുകളായിട്ട് ഈ വീട്ടിൽ തന്നെ കഴിയണം അല്ലേ? സണ്ണി, അവിടെ ഒന്നും ചെയ്യരുത്. വീട്ടിപ്പോരുത്. ഇറങ്ങി പോത്ത്. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്റെ കഴുത്തിൽ മിന്നി കെട്ടിയിട്ട് ഇറങ്ങണമെന്നാ? അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. എന്റെ മോനല്ലേ ഇത് കെട്ടിയത്? പള്ളിവാഴക്കാരെ കളിപ്പിച്ച് ഈ താലി വലിച്ച് പൊട്ടിക്കാ. കർത്താവിന്റെ മുന്നിൽ വെച്ച് കെട്ടിയ മിന്ന
ഇത് പൊട്ടിച്ച മീൻ വെട്ടിയ കയ്യാ നാറും. ഇനി എന്ത് നാറാനാടി? ഇവിടെ തൂക്കി വെളിയിൽ കളയടാ. വിടണേ, വിട്. എന്റെ ദേഹത്തെങ്ങാനും തൊട്ട അരിഞ്ഞാളെ ഞാൻ. ഇവിടുന്ന് ഞാൻ ഇറങ്ങണമെങ്കിൽ എന്റെ കെട്ടിയവനും എന്റെ കൂടെ ഉണ്ടാവണം. എന്തോ എന്റെ കർത്താവേ, ഞാൻ എന്തീ കാണുന്നത്? വാക്കത്തി താഴെ ഇത് ഉടുമ്പാ, ഉടുമ്പ് കത്രീന. പറഞ്ഞതുപോലെ ചെയ്യും. എന്റെ അടുത്തേക്ക് വരരുത്. മക്കളെ, ഇവളെ പുറത്താക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. വാടാ. ഇത് കുഴച്ചതിയായിപ്പോയി. അച്ചോ, അവന്മാർ എന്നെ പറ്റിച്ചതാ. എന്താ? എന്തു പറ്റി? അച്ഛൻ ഈ കുർബാന ഓഫീസർ ഇവിടെ കുത്തിയിരുന്നാലേ ഇടവകയിലെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഒരു ഉപകാരം ചെയ്യാവോ? ഞങ്ങളുടെ സന്നിച്ചനെ കേട്ട് ഒന്ന് ഒഴിവാക്കി തരാവോ? അതെങ്ങനെയാ തോന്നിച്ച? കർത്താവിന്റെ മുമ്പിൽ വെച്ച് സ്വീകരിച്ച പെണ്ണിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ദൈവം കൂട്ടിച്ചേർത്തത് നമുക്ക് വേർപെടുത്താൻ അധികാരമില്ല. പിന്നെ ചെറായി കടപ്പുറത്തെ മീൻകാരത്തി പെണ്ണിനെ എന്റെ മരുമോളാക്കി വാഴിക്കണമെന്നാണോ അച്ഛൻ പറഞ്ഞുകൊണ്ട് വരുന്നത്? അച്ഛൻ വരെ പണി നോക്കച്ചോ. അയ്യോ മോനെ സണ്ണി, നീ ശാന്തനായിട്ടൊന്ന് ആലോചിച്ചു നോക്ക്. മിന്നു കെട്ടിയ പെണ്ണിനെ ഉപേക്ഷിക്കുന്ന ഒരു സത്യക്രിസ്ത്യാനിക്ക് ചേർന്നതാണോ? ഇത് കർത്താവിന്റെ നിശ്ചയം കരുതിയാൽ മതി. എന്റെ അപ്പച്ചൻ പറഞ്ഞാലും കാര്യമുണ്ടോ? പറഞ്ഞു പറ്റിച്ച് എന്റെ തലയെ കെട്ടിവെച്ചല്ലേ അവളെ. അപ്പോ എനിക്ക് എന്റെ അപ്പം പറയുന്നതേ അനുസരിക്കാൻ കഴിയൂ. ക്ഷമിക്കണം തുമ്മിച്ച, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കതിന് കഴിയില്ല. പള്ളിയുടെ നിയമം അതിന് സമ്മതിക്കില്ല തുമ്മിച്ച. അത് പള്ളിയുടെ നിയമം, ഇത് പള്ളിവാതിക്കന്റെ നിയമം. ഇനി ബിഷപ്പ് തിരുമേനി വന്ന് പറഞ്ഞാലും ഞാൻ അവളെ ഇറക്കി വിടുവച്ചോ. അന്ന് ഗുണദോഷിക്കാൻ വരരുത്. ഇനി അത് ശാവദോഷമായിട്ട് തോന്നിയെങ്കിൽ ഞാനൊന്ന് സംസാരിച്ചേക്കാം. വാടാ. ഇവനെന്താ പേര് പള്ളിക്കാരിയോ? ഇനി മതം മാറാൻ പരിപാടിയുണ്ടോ? ഇവനാണോ അതോ തുമ്മിച്ചന്റെ മോളാണോ മതം മാറാൻ പോകുന്നതെന്നാ എന്റെ സംശയം. അതെന്താ കപ്പേരെ തനിക്ക് അങ്ങനെ ഒരു സംശയം? ആ സാറിന്റെ തുമ്മിച്ചന്റെ മോളെ ചെലവ് കൊടുത്ത് പഠിക്കുന്നത്. ആ സ്നേഹവും അടുപ്പൊക്കെ മോൾക്കുണ്ടെന്നാണ് എന്റെ അറിവ്. കപ്പ്യാര് പറയുന്നത് ശരിയാണെങ്കിൽ വാപ്പച്ച. പഠിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആരും കേട്ടില്ല. ഇവളെ മൈസൂട്ടാക്കാൻ എന്തൊരു തിരക്കായിരുന്നു. നിന്നെ പഠിപ്പിക്കണമെന്ന് ആരാന്നറിയോ? ചന്തയില് നമ്മളെ വെല്ലുവിളിച്ച് കിടക്കണ ആ പെണ്ടി ധർമ്മൻ. എന്നെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് വന്നൊന്നല്ലോ, പള്ളിയിൽ അച്ഛൻ മുഖാന്തരല്ലേ. എടി, അവന് തൊമ്മിയുടെ മോളെ മാത്രമേ കിട്ടിയോളൂ പഠിപ്പിക്കാൻ. എന്നെ തോപ്പിക്കാൻ നോക്കുക അവൻ. അപ്പച്ച വിചാരിക്കണ പോലെ ഒന്നല്ല, അയാള് നല്ല മനുഷ്യൻ. ചവിട്ടി ഞാൻ. അല്ല, ഇപ്പൊ മകളുടെ നേരെയായോ? ഈ അപ്പനും മക്കൾക്കും തമ്മിത്തല്ലല്ലാതെ വേറെ പണിയൊന്നുമില്ലേ? നിന്റെ നാവ് അടങ്ങിയില്ലല്ലേ? ചെറായി കടപ്പുറത്ത് കണ്ട ആപ്പേനെ ഉപ്പേനെ കത്തികാട്ടി വിരട്ടിയെന്ന് വെച്ച് പള്ളിവാക്ക് തൊമ്മിച്ചൻ പേടിക്കൂല. എന്നെ പേടിപ്പിക്കണ്ട. ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞല്ലേ ഇറങ്ങി പോയത്, എന്നിട്ടൊന്നും കണ്ടില്ലല്ലോ. മിണ്ടായിരിക്കടി. വലിഞ്ഞു കയറി വീട്ടിൽ വന്ന പോലെ ചട്ടപ്പിത്തരം കാണിക്കുന്നു. അപ്പച്ച, ആദ്യം നമുക്ക് ആ ധർമ്മനെ നിലക്കിർത്തണം. ഇതാര്? തൊമ്മിച്ചനോ? തൊമ്മിച്ചൻ കാണിച്ചത് മര്യാദയായില്ല കേട്ടോ. സണ്ണിയുടെ കല്യാണത്തിന് എന്നെ വിളിക്കായിരുന്നു, മോശമായിപ്പോയി. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരേ ബിസിനസ് ചെയ്യുന്നവരല്ലേ. ഞാൻ മര്യാദ കാണിക്കാറില്ല, പ്രത്യേകിച്ച് എന്റെ അടുത്ത് തുടക്കിയവരോട്. ജീവിതത്തിൽ ആദ്യമായിട്ടാ എന്റെ നേരെ ഒരുത്തം വിരളി ചൂണ്ടുന്നത്. നമുക്കിരുന്ന് സംസാരിക്കാന്നേ. ഇരിക്കു തൊമ്മിച്ച. സണ്ണി ഇരിക്കെ. നീ എന്താ പൊട്ടം കളിക്കണോ? അല്ല, കാര്യമായിട്ടാ പറയുന്നത്. ഒരു ആദിത്യ മര്യാദയില്ലേ? ഇരിക്കെ. മാർക്കറ്റിൽ കുറഞ്ഞ പലിശയ്ക്ക് പണം കടം കൊടുക്കാൻ നീ വന്നപ്പോ നീ ഒരു ബുദ്ധിയുള്ളവനാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ പള്ളിവാതിക്ക തൊമ്മിച്ചന്റെ മകളെ നീ പഠിപ്പിക്കുന്നു എന്നറിഞ്ഞപ്പോ നീ ഒരു മണ്ടനായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ആര് പറഞ്ഞു തൊമ്മിച്ചന്റെ മകളെ മാത്രമേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ എന്ന്? ഒരുപാട് കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അനാഥരായ, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും വകയില്ലാത്ത കുട്ടികളെ.
ആലീസ് അതിലൊരാൾ മാത്രം. എന്റെ പെങ്ങൾക്ക് അതിന് വകയില്ലെന്നോ? ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ പെങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ സ്പോൺസർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നീ ആരോടാ കളിക്കണമെന്നറിയോ? കൈയെടുത്തിട്ടോളൂ. എടുത്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യടാ പട്ടി? കൈയിടാം. ഐ ആം വെരി സോറി. ഒരു തെരുവ് കൊണ്ടേ പോലെ നിങ്ങളോടൊപ്പം നടുറോഡിൽ കിടന്ന് അടി കൂടാനൊന്നും ഞാനില്ല. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. പള്ളിവാതക്കന്മാർക്ക് പോലീസും കോടതിയും ഒന്നുമില്ല. ഇനി തെരുവുണ്ടയാകാനും ഞങ്ങൾക്ക് വലിയ മടിയൊന്നുമില്ല. ഞങ്ങളോട് ആരും ചോദിക്കത്തുമില്ല. തൊമ്മിച്ചോ, വീട്ടിലെ അംഗം കഴിഞ്ഞിട്ട് പോരെ അയലത്തെ അംഗം കുറിക്കാൻ? മനസ്സിലായില്ലല്ലേ? ഉടുമ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. കത്രീനെ അയച്ചത് ഞാനാ. അവന്റെ വാക്ക് കേട്ട് എന്റെ ജീവിതം തെളിച്ചിട്ട് ഞങ്ങളുടെ അപ്പന്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കുന്നോടി കൊല്ലും ഞാൻ. കുട്ടി അടിക്കരുത്, അവള് പാവാ. തനിച്ചയ വേണ്ട, തനിച്ചയ ഒച്ചവിടുന്ന്. ഇവളെ മാത്രമല്ല, വേണ്ടി വന്ന നിന്നെയൊക്കെ ഞാൻ വെട്ടിയായിരിക്കും. നിർത്തിയോ? എന്നെ കൊല്ല്. തനിച്ചയ നമ്മുടെ കല്യാണം ചതിയാണെന്നുള്ളത് ശരിയാ. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നെ പറഞ്ഞു വിടരുത് സന്നിച്ച. മുതലാളി, എന്താടാ? മുതലാളിയെ കാണാൻ ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. ആരാടാ? ഓ, ഇവനാണോ? അപ്പച്ചന് ഞാൻ വന്നത് ഇഷ്ടായില്ലേ? അപ്പച്ചനോ? ഉടുപ്പേ, നീ എന്നെ വെറുതെ വിട്ടേര്. ഞാൻ അറിയാതെ അവന് കൂട്ടുനിന്ന് പോയി. നീ ഇനി എന്നെ അപ്പച്ചാന്ന് വിളിക്കരുത്. ആഹാ, അങ്ങനെ പറഞ്ഞാ പറ്റില്ല. പള്ളി വെച്ച് അപ്പച്ചന്റെ സ്ഥാനത്ത് നിന്ന് എന്നെ കെട്ടിച്ചതല്ലേ. അവരെന്നെ ഇറക്കി വിട്ടാ ഞാൻ ഇങ്ങോട്ട് വരും. എന്റെ കർത്താവേ, എടാ കുട്ടുനാരായടാ, നീ ആ ധർമ്മനെ ഒന്ന് വിളിക്കടാ. ആരെ വേണമെങ്കിൽ വിളിച്ചോ, ഞാൻ ഇനി എങ്ങോട്ടും പോയില്ല. മുതലാളി, അവള് പൊക്കി. ഓ, എനിക്ക് കാലണ്ടായേ. നീ അവനെ വിളിച്ച് കാണിക്ക്. എടാ കുട്ടുനാരായണ, നീ ഉടുമ്പിനെ എങ്ങോട്ടെങ്കിലും ഒന്ന് കെട്ടിയെടുക്കടാ. ഇവള് പിടിവിടുന്ന ലക്ഷണമില്ല. വെറുതെ അല്ല ഇവക്ക് ഉടുമ്പെന്ന് പേരിട്ടത്. ദേ, ഉടുമ്പ് നിന്റെ തന്തയാ. ആ, നീ എങ്ങനെ മുങ്ങണ്ട. ഇവളെ കൂടെ കൊണ്ടുപോ. എന്താ കത്തിരണ്ടേ, വല്ല കുഴപ്പമുണ്ടായോ? ഇവളെ ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ ഇവിടെ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാകും. എടാ, നിനക്ക് ഞാനൊരു സഹായം ചെയ്തിട്ട് എനിക്ക് ഈ ഗതിയായല്ലോ. നീ തന്നെ ഇവളെ കൈകാര്യം ചെയ്താൽ മതി. വാടാ. അങ്ങനെ എല്ലാരും കൂടെ എന്നെ ഇറക്കി വിടാൻ നോക്കണ്ട. എന്താ ഉണ്ടായെന്ന് പറ കത്രീന. എന്തുണ്ടാകാനോ? അവിടെ ഒരു മനസമാധാനം ഇല്ല. ഒന്നും ഞാൻ ചാവും, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും തട്ടും. തൊമ്മിച്ചും സൗകര്യം തരണില്ലല്ലേ? അവനെ ഒതുക്കാനല്ലേ നിന്നെ അങ്ങോട്ട് അയച്ചത്. ഇങ്ങനെ ഒതുക്കാനായിരുന്നെങ്കിൽ വേണ്ടായിരുന്നു സാറേ. തൊമ്മിച്ചനെ ഒതുക്കാനൊക്കെ എനിക്കറിയാം. പക്ഷേ പാവം സണ്ണിച്ചനെ ഓർക്കുമ്പോ എനിക്കൊന്നിനും കഴിയുന്നില്ല. എന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷനല്ലേ. ആണല്ലോ. എടി പെണ്ണെ, സദാസമയം തെറി പറയാനും വാക്കത്തി എടുക്കാനും മാത്രമേ നിനക്കറിയൂ. അതല്ല, സണ്ണിയെ വീഴ്ത്തിയ നീ ജയിച്ചു. അപ്പനെ വിട്ട് സണ്ണിച്ചായി നിൽക്കില്ല. ഒരു പെണ്ണ് വിചാരിച്ചാൽ സാധിക്കൂലേ? സാക്ഷാൽ ദുർവാസാവിനെ വരെ ഒരു പെണ്ണ് കീഴ്പ്പെടുത്തിയില്ലേ? പിന്നെയാണോ സണ്ണി? മയക്കണം. തെറി വിളിക്കുന്ന നാവിൻ തുമ്പിൽ നിന്ന് ശൃംഗാരത്തിന്റെ മണിമുത്തുകൾ വീഴണം. തീ പാറുന്ന ഈ കണ്ണുകളിൽ കാമം നാം വിടണം. ഈ പുരികക്കൊടി കാട്ടി അവനെ നീ കീഴ്പ്പെടുത്തും. കൊച്ചു തൊമ്മൻ കാശ് തരത്തില്ല. അതിനവന്റെ കുത്തിന് പിടിച്ചോണം. അതിനുവേണ്ടി അവനെ കൊന്നാലും കുഴപ്പമില്ല, കേസ് ഞാൻ പിടിച്ചോളാം. സണ്ണിച്ചൻ വാ. കാര്യം അപ്പച്ചൻ മിണ്ടണ്ട. പിന്നെ പിന്നെ വാ. കൊച്ചുമോമന്റെ ആളപ്പയിൽ വരുമ്പം വാ. ഇവിടെ കാര്യം പറയട്ടെ. എടാ എടാ, ഇങ്ങോട്ട് വേണം. അവനെ ഇവിടെ എന്തിനാ ഈ രാത്രി തന്നെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? ഒരിക്കൽ നീ എന്നോട് ഉറുമ്പ് കത്രീനെ ആവശ്യപ്പെട്ടില്ലേ? അതെ, അവളെ കൊല്ലാനാ ഞാൻ ഈ നാട്ടിൽ എത്തിയത് തന്നെ. അങ്ങനെയാണെങ്കിൽ ഇനി വൈകിക്കണ്ട. എവിടെ വേണമെങ്കിലും ഞാൻ അവളെ കൊണ്ടുതരാം. അവളിപ്പോ നിങ്ങളുടെ മരുമകളല്ലേ? നാളെ മുതൽ എന്റെ മരുമകളായി അവൾ ഈ ലോകത്തുണ്ടാകാൻ പാടില്ല. പണക്കാരി സൂസന്നയായി എന്നെ എന്റെ മകനെ ചതിച്ചവളാവൾ. എന്റെ നേരെ വെട്ടരുവ ഒങ്ങി അവൾ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. തരകാ, അതിന് എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം. ഈ കൊലയ്ക്ക് എനിക്ക് പ്രതിഫലം വേണ്ട. ഇത് എന്റെ ആവശ്യമാ.
ആരും അറിയരുത്. തരകൻ ഒരു കാര്യം ഏറ്റാൽ അത് നടത്തിയിരിക്കും. ആ മതി. അപ്പച്ചന്റെ ഗുണ്ടയായിരുന്ന എന്റെ സണ്ണിച്ചായന് ഇത്രയ്ക്ക് മാറ്റം വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാൻ ഭാഗ്യവതിയല്ലേ? കടപ്പുറത്ത് മീൻകാരിയായ എനിക്ക് സണ്ണിച്ചായന്റെ ഭാര്യയാകാൻ കഴിഞ്ഞല്ലോ. ഇനി ഒരിക്കലും ഞാൻ ഉടുമ്പകത്രീനിയാവില്ല. നിങ്ങളുടെയൊക്കെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന സൂസനയായിരിക്കും. ആ അപ്പച്ചൻ, മക്കളത് എവിടെ പോയിട്ടാ? പള്ളി പോയത് അപ്പച്ച. നല്ല കാര്യം. നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ മോനെ. ആ മക്കള് വാ, വണ്ടിയിലോട്ട് കയറാൻ. എവിടേക്ക് അപ്പച്ച? നരകത്തിലേക്കൊന്നുമല്ല അല്ലേ മോളെ? അപ്പച്ചനും മോളോട് ഒരു പിണക്കവും ഇല്ല. വാ, ചെല്ല്. വേഗം കേറടാ. വേഗം കേറുവാ. എവിടെയാ അപ്പച്ച ഈ രാത്രിയിൽ എന്നെ കൊണ്ടുപോകുന്നേ? എങ്ങോട്ടാ അപ്പച്ച? പറയാടാ, എല്ലാം പറയാം. ഇനി ഒരിക്കലും ഈ പേഴ്ചയോട് തൊമ്മിച്ചിട്ട് തറപറ്റി കുത്തരുത്. തൊമ്മിച്ചന്റെ ആവശ്യത്തെക്കാൾ എന്റെ ആവശ്യമായവളെ ഇല്ലാതാക്കേണ്ടത്. ഞാൻ അന്വേഷിച്ചു കിടന്ന എന്റെ ഇല താരകൻ ഒരു കാര്യം ഏറ്റാൽ അത് നടത്തിയിരിക്കും. നിങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചു? പള്ളി പോയ കത്രീന ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇവൻ ഇനി അന്വേഷിക്കാത്ത സ്ഥലമില്ല. അവളെ അന്വേഷിക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? പുകഞ്ഞ കൊള്ളി പുറത്ത്. ഇനി വന്നോരും ഈ പട്ടിക്കകത്ത് ഞാൻ കേട്ടത്തില്ല. അപ്പച്ച, ചെറിയാച്ചന്റെ ധർമ്മന്റെ അടുത്ത് കത്രീന ചെന്നിട്ടില്ലെന്ന് അറിഞ്ഞത്. അന്വേഷണം അവിടെ കൊണ്ട് നിർത്തിയതെന്താ? നിനക്കെത്ര വിവരമില്ലേടാ കുഞ്ഞെ? ഊരും പെരുവില്ലാത്തൊരു പെണ്ണിനെ അന്വേഷിച്ചിറങ്ങാൻ. സണ്ണിച്ചായ, പള്ളിയിൽ പോയ കത്രീനെ കാണാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് സമാധാനം പറയും നാട്ടുകാരോട്? ഒന്ന് പറഞ്ഞു മനസ്സിലാക്കമ്മേ. മീൻചന്തയിൽ പിടച്ചേർന്ന കത്രീന ഏതോ വലിയ വീട്ടിലെയാണെന്ന് പറഞ്ഞ് മുക്കുപണ്ടെന്ന് എന്നെ പറ്റിച്ചപ്പോ എനിക്ക് വേണ്ടി ബാധിക്കാൻ ഏത് നാട്ടുകാരനുണ്ടായടാ? ആരെന്തൊക്കെ പറഞ്ഞാലും കത്രീന പിഴച്ചോളല്ല. അവള് പാവാ. പാട്ടി കഴിവറാ മോളെ. എന്റെ നേരെ വാക്കെത്തിയെടുത്തവളെ നിനക്കിവിടെ മരുമോളെ വാഴിക്കണമല്ലേടി? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ പള്ളിവാഴ്ച തറവാട്ടിൽ പെടക്കോഴി പോവാൻ ഞാൻ സമ്മതിക്കത്തില്ല. പൊടിയത്ത് സ്വന്തം ഭാര്യയെ കൊന്ന് കടലിലെറിഞ്ഞിട്ട് മിണ്ടാതെ കിടന്ന് ഉറങ്ങുകയാണ്. അതാ പട്ടി. എന്നെ ഒന്നും ചെയ്യല്ലേ, അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ. അയ്യോ അയ്യോ, ഇതെന്ത് പറ്റി? എന്താ? പോലീസുകാര്. പോലീസ് പട്ടാളം കിടന്നുറങ്ങാൻ നോക്കടാ. പിന്നെ മറ്റേ കാര്യം നമ്മുടെ ജോണിക്കുട്ടി പോലും അറിയരുത്. ആരെങ്കിലും പുറത്തിറങ്ങിയാൽ നമ്മൾ വീട് മാറി താമസിക്കേണ്ടി വരും. പൂജപ്പുര സെൻട്രയിൽ കിടന്നുറങ്ങാൻ നോക്കെ, ഉറങ്ങാൻ നോക്കെ. പോലീസുകാര് മിണ്ടാതെ മിണ്ടാതെ ഉറങ്ങാൻ കിടക്കാ. ഒരു കാര്യം പറയാനാ. ഈ സമയത്ത് എന്തോന്ന് പറയാൻ? ഈ സമയത്ത് പറയേണ്ട കാര്യങ്ങൾ ഈ സമയത്ത് തന്നെ പറയണ്ടേ? കത്രീനയുടെ കാര്യ. തൊമ്മിച്ചൻ ഒന്നിങ്ങോണേ. അവളെവിടെ? ആരെ? കത്രീന, ഉടുമ്പ് കത്രീന. എനിക്കറിയില്ല. രാവിലെ പള്ളിയിൽ പോയ കത്രീന തിരിച്ചു വരാതിനെത്തും അന്വേഷിച്ചില്ലേ? ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? ധർമ്മൻ, ധർമ്മരാജ്. അധർമ്മം കണ്ടാൽ ഞാനിവിടെ പാഞ്ഞെത്തും. പറയൂ തൊമ്മിച്ച, അവളെവിടെ?
അറിയില്ല എന്ന് പറഞ്ഞില്ലേ? പള്ളിയിൽ നിന്നിറങ്ങിയ കത്രീനയെ തൊമ്മിച്ചനും സണ്ണിയും കൂടെ ഒരു കാറിൽ കൊണ്ടുപോയില്ലേ? KL78607 എന്ന കാറിൽ കത്രീനെ നിങ്ങൾ ബലമായി പിടിച്ചുകൊണ്ടുപോയില്ലേ അങ്ങ് കടപ്പുറത്തു? കത്രീനെ കൊല്ലാൻ വാടക കൊലയാളി തരകനെ നിങ്ങൾ കൂട്ടുപിടിച്ചില്ലേ? ഇല്ല, ഇത് കള്ളവാ, പച്ചക്കള്ളം. തരകനോ? അവനെനിക്കറിയില്ല. തൊമ്മിച്ച, ഊരാൻ നോക്കണ്ട. നിങ്ങൾ അവളെ കടലിൽ വലിച്ചെറിഞ്ഞ് കൊന്നില്ലേ? അന്ത്യവധിക്ക് ചോദ്യം ഉണ്ടാവും, ഉത്തരം പറയേണ്ടി വരും. ധർമ്മ, നിനക്കെന്താ വേണ്ടത്? അത് പറ. പറയാം. നാളെ ഞാൻ വരും. നമുക്ക് വെറുതെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കാം. വരട്ടെ. ഗുഡ് നൈറ്റ്. നിനക്കെന്താണ് വേണ്ടത്? KL78607. അയ്യോ, ഇത് എന്തൊരു നാശം! വീട്ടിൽ കയറി വന്ന ഒരാളോട് മര്യാദയ്ക്ക് പെരുമാറാൻ പഠിക്കും തൊമ്മിച്ച. എന്നാ ഇങ്ങോട്ട് ഇരിക്ക്. അങ്ങനെ പറ. ശോശാമോ, മക്കളെ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിക്കേ. ഓ, ഇവനോ? എന്താടാ നിനക്കിവിടെ കാര്യം? ആ, നീ എന്നതാടാ ഈ പറയുന്നേ? ഒന്നുമില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ കയറി വന്നതല്ലേ? പിന്നെ ഇതിനൊക്കെ അത് കുഴപ്പമില്ല. എന്ത് സാറോ? അപ്പച്ചാ, ഇവനാ നമ്മുടെ ബിസിനസ് മുഴുവൻ നശിപ്പിച്ചത്. നമ്മളെ കൊച്ചാക്കാൻ വേണ്ടി ആലീസിനെ പഠിപ്പിച്ചത് ഈ തെണ്ടിയാ. ഓ, അതൊരു വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. സാറത് കാര്യമാക്കണേ. അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. അപ്പച്ചൻ എന്താ പറ്റിയേ? എടാ, വലിയൊരു സംസാരിക്കുന്നിടത്ത് പിള്ളേരെ ഇടയ്ക്കറി ഒരുമാതിരി. ഞാൻ പോവാം. എടി ആലിസേ, നീ ഇന്ന് കോളേജിൽ പോയില്ലേ? ഇല്ല. പോകാത്തെന്താ? ഇനി പഠിക്കണ്ടെന്ന് അപ്പച്ചൻ പറഞ്ഞു. ആര്? അപ്പച്ചനോ? ഉം. അയ്യേ, അപ്പച്ചൻ പറഞ്ഞ അതല്ല. വല്ലവരുടെയും ചെലവിൽ പഠിക്കണ്ട, അപ്പച്ചൻ തന്നെ പഠിപ്പിച്ചോളാന്നാ. അല്ലേ അപ്പച്ച? ആലീസേ, കോളേജിൽ പോവാൻ നോക്ക്. സാറ് പറഞ്ഞതാ എന്റെ ശരി. കോളേജിൽ പോകാൻ നോക്കടി. മോള് പറയാറുണ്ട്, പരിചയപ്പെട്ടതില് വളരെ സന്തോഷമുണ്ട്. നോക്കി നിൽക്കാതെ ചായ എടുക്കടി. സത്യക്രിസ്ത്യാനിയായ എന്നെ നീ പരീക്ഷിക്കാതെ. തൊമ്മിച്ചൻ രാവിലെ തന്നെ പ്രാർത്ഥനയിലാണല്ലോ. സൂസന് പോയ വിഷമത്തിലായിരിക്കും. വിവരം പറഞ്ഞ് വന്നതായിരിക്കും അല്ലേ? ആ തൊമ്മിച്ച, സൂസനയുടെ കാര്യം എന്തായി? അവള് സൂസന്നെ ഓശാനിയൊന്നും അല്ല. അവള് സൂസന്നെ ഓശാനിയൊന്നും അല്ല. എന്നാലും ഈ വീട്ടിൽ നിന്നല്ലേ അവളെ കാണാതായത്? പള്ളിയിൽ നിന്ന് അവൾ ഇറങ്ങുന്നത് കണ്ടവരുണ്ട്. കത്ത് വല്ലതും എഴുതി വെച്ചിട്ടാണോ അവള് പോയത്? അച്ഛൻ ഈ പള്ളി ഭരണം കൂടാതെ പോലീസിന് പണി വല്ലതും ഉണ്ടോ? അതെന്താ തൊമ്മിച്ച പോലീസിൽ പരാതി കൊടുക്കാഞ്ഞേ? പോലീസിൽ പരാതിപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ദൈവം കൂടെ കരുണ കാണിക്കണ്ടേ? കത്രീന തിരിച്ചു വരാൻ വേണ്ടി തൊമ്മിച്ചനൊരു നേർച്ച കഴിക്കാൻ തീരുമാനിച്ചു. ഈ വർഷത്തെ പെരുന്നാള് തൊമ്മിച്ചന്റെ വകയായി നടത്തണമെന്നാണ് ആഗ്രഹം. അതിന് ചുരുങ്ങിയത് 3 ലക്ഷം രൂപയെങ്കിലും വരില്ലേ? പണം എത്രയായാലും പ്രശ്നമില്ലെന്ന്. ഒരു പൊന്നും കുരിശും കൂടി പള്ളിക്ക് കൊടുക്കണമെന്നാണ് തൊമ്മിച്ചൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരാണോ തൊമ്മിച്ച? അയ്യോ, തൊമ്മിച്ചൻ എന്നോട് പറഞ്ഞത് ഞാൻ അച്ഛനോട് പറഞ്ഞു എന്ന് മാത്രം. 4-5 ലക്ഷം രൂപയല്ലേ വേണ്ടൂ? നമുക്കതും കൊടുത്തു കളയാ, അല്ല തൊമ്മിച്ച? അല്ല, എനിക്ക് കാശിനെ കുറിച്ച് വലിവുണ്ടേ. എന്നിട്ട് വേണം കാറിന്റെ ഇടപാടങ്ങ് തീർക്കാൻ. അല്ലെ KL786 കൊടുത്തേക്കാം. അതെ, ഈ ഇടയായിട്ട് ഭയങ്കര ഭക്തിയാ. കർത്താവ് വളരെ വളരെ വലിയവനാണ്. തൊമ്മിയെ നന്മയിലേക്ക് നയിക്കുന്നു. എന്റെ കർത്താവേ, നിനക്ക് എന്നെ മാത്രമേ കിട്ടിയുള്ളൂ പരീക്ഷിക്കാൻ. നീയോ പണ്ട് തൂങ്ങി, ഇനി എന്നെ കൂടി തൂക്കണോ? ദേ, കുരിശുമായി ഒരു ചെകുത്താൻ എന്റെ പുറകെ നടപ്പുണ്ട്. കുരിശിനും പെരുന്നാളിനുള്ള പണം ഇപ്പൊ തന്നെ അങ്ങ് വാങ്ങിച്ചു വല്ലോ. ഏതായാലും അച്ഛൻ ഇതുവരെ വന്നതല്ല. വാങ്ങിക്കാം. എന്നാ പിന്നെ അത് കൊടുത്തേക്ക് തൊമ്മിച്ച. ഞാൻ വിചാരിച്ചിട്ട് നന്നാക്കാൻ പറ്റാത്ത തൊമ്മിയെ ധാരാ നന്നാക്കിയെടുത്തേ. ഓ, കർത്താവ് വളരെ വലിയവൻ തന്നെ. വാങ്ങിച്ചു വച്ചോ. ഞാൻ തൊമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പോട്ടെ തൊമ്മിച്ച, പോട്ടെ ധർമ്മ. അച്ചോ, ഞാൻ പള്ളിയിൽ ഡ്രോപ്പ് ചെയ്യാം. അച്ഛോ, ഞാൻ പിന്നെ പള്ളിയിലേക്ക് വരാം. ആ തോർത്തേക്ക് തിരിച്ചു തരണം. ഞാൻ ഇനിയും വരും. ദ്രോഹി, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ. KL78607 പോട്ടെ. അവനെങ്കിലും ഇവിടെ വന്നത്? എന്നോടൊന്നും ചോദിക്കരുത്.
എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവൻ ഇനിയും വരും. അത് തടയണം. പള്ളിവാതിക്ക തൊമ്മിച്ചിന് തോക്കാൻ വയ്യ മക്കളെ. ധർമ്മൻ അവനെല്ലാം അറിഞ്ഞു അല്ലേ? അറിഞ്ഞു എന്ന് മാത്രമല്ല, അവന്റെ താളത്തെത്തി ഞാൻ നിന്നില്ലെങ്കിൽ അവനിതെല്ലാം കുത്തിപ്പൊക്കും. ഉറപ്പാ. നമ്മൾ രണ്ടുപേരും അഴിയണ്ണേണ്ടി വരും. ജയിലും പോലീസ് സ്റ്റേഷനും കണ്ടാൽ വിരണ്ടോടുന്നവനല്ല ഈ തരകൻ. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. പക്ഷേ എന്റെ കാര്യം പ്രശ്ന. ആരമില്ല തൊമ്മിച്ച. ആ കത്രീനെ കൊന്ന പോലെ ആ ധർമ്മനെ അങ്ങ് തട്ടിയേക്കാം. പ്രതിഫലമായി 5 ലക്ഷം തന്നാ മതി. 5 ലക്ഷോ? കത്രീനെ കൊന്നതിന് ഒന്നും വാങ്ങിയില്ലായിരുന്നല്ലോ. കത്രീനെ കൊല്ലേണ്ടത് എന്റെ ആവശ്യമായിരുന്നു. ഇത് തൊമ്മിച്ചന്റെ. 5 ലക്ഷം തന്നാലെന്താ? 1 ലക്ഷം പോകാതിരിക്കുമല്ലോ. സമ്മതിച്ചു. പിന്നെ ഞാനാ ഇതിന്റെ പിന്നിലെന്ന് വേറൊരുത്തൻ അറിയരുത്. തരകൻ ഒരു കാര്യം ഏറ്റാൽ അത് നടത്തിയിരിക്കും. ആ തൊമ്മിച്ച, ആ ജീപ്പിലോട്ടൊന്ന് കയറിയാട്ടെ. എന്തിനാ സാറേ? നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്റെ കർത്താവാണ് സത്യം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഇത്തിരി പലിശ മേടിക്കും. അതൊരു തെറ്റാണെങ്കിൽ താനൊരു കൊലപാതകത്തിന് കൂട്ടുകയെന്നില്ലേ? ധർമ്മോദയം ഫൈനാൻഷ്യൽസ് ഉടമ മിസ്റ്റർ ധർമ്മരാജനെ കൊന്നതിന്. എന്റെ പൊന്നു കർത്താവെ, പട്ടി തരകനെ എവിടാ? പറ. ധർമ്മനെ കൊല്ലാൻ നിയച്ച വാടാ കൊല്ലാൻ എവിടെ? എനിക്കറിയില്ല സാർ. നിനക്കേ അറിയൂ. കോട്ടയം മാർക്കറ്റിലെ കൂലിത്തല്ലുകാരൻ തരകന് എത്ര രൂപ കൊടുത്തു ധർമ്മനെ കൊല്ലാൻ? തൊമ്മി എന്തിനാ വേർക്കുന്നേ? കത്രീനയുടെ തിരോധാനത്തിന് പിന്നിലുള്ള രഹസ്യം നിന്റെ നാവിൻ തുമ്പിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയാം. പറയിക്കും ഞാൻ. പറയണം, പറയണം. നായിന്റെ മോനെ കലക്കും. ദയ കാണിക്കണം സാർ, ഉപദ്രവിക്കരുത്. ഇത് പ്രേതമല്ല തൊമ്മിച്ച. താനയച്ച വാടക കൊലയാളി എന്നെ കൊന്നു കരുതിയല്ലേ? സ്വയം സൃഷ്ടിച്ചെടുത്ത വിനകൾ ഇതാ തിരിച്ചടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതൊരു തുടക്കം മാത്രം. സ്വന്തം മകന്റെ ഭാര്യ കത്രീനയെ തൊമ്മിച്ചൻ ആദ്യം കൊന്നു. പിന്നെ എന്നെ വധിക്കാൻ ശ്രമിച്ചു. മനുഷ്യാവകാശ കമ്മീഷന്റെ വിധിന്യായത്തിൽ പോലും ദയ അർഹിക്കില്ല തൊമ്മിച്ചന്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തൊമ്മിച്ചന് ലഭിക്കും. മരണം വരെ തൂക്കുമരം. തൊമ്മിച്ചൻ മാത്രമാവില്ല കത്രീന വധത്തിലെ പ്രതി. അപ്പനെ ദൈവതുല്യം കാണുന്ന ആൺമക്കൾ കൂടി ഉണ്ടാവും. അതോടെ കുടുംബത്തിന്റെ ശിലകൾ ഇളകും. തട്ടിപ്പറിച്ചും പിടിച്ചുപറിച്ചും നേടിയെത്ത സർവ്വ സ്വത്തും അന്യാധീനപ്പെടും. രക്ഷപ്പെടാൻ ഇനിയും പഴുതുകൾ മുന്നിലുണ്ട്. ധർമ്മൻ എന്നോട് ക്ഷമിക്കണം. എന്നെ രക്ഷിക്കണം. എന്റെ കുടുംബം തകർക്കരുത്. ശത്രുവിനോടുള്ള സഹനതയും അനുകമ്പയും കൂറും എനിക്കല്പം കൂടുതലാണ്. ജന്മസിദ്ധമായി കിട്ടിയതാവും. ധർമ്മ, എന്നെ രക്ഷിക്കണം. കൈ ഒഴിയരുത്. കുറഞ്ഞത് 5 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും. ഒരു ചില്ലിക്കാശ് പോലും എനിക്ക് വേണ്ട. സാധാ പോലീസുകാർ മുതൽ മന്ത്രിമാർക്ക് വരെ കൊടുക്കേണ്ടി വരും. അല്ലേ സാറേ? പിന്നെ ഇത്രയും കാശ് എന്റെ കയ്യിലില്ല. ഒരു 50,000 രൂപ പോലെ. പോരാ പോരാ. 5 ലക്ഷം രൂപയിൽ ഒരു കാശ് കുറയില്ല. പള്ളിവാതക്ക തൊമ്മിച്ചൻ വെറുതെ ഇനിയും കൂർമ്മബുദ്ധി പ്രയോഗിക്കരുത്. നഷ്ടപ്പെടാനുള്ളത് നിങ്ങൾക്ക് മാത്രമാവും. അങ്ങ് സമ്മതിച്ചേക്ക്. തൂക്കുമരം, നിരപരാധിത്വത്തിന് ശിക്ഷിക്കപ്പെടുന്ന മക്കൾ, മാനഹാനി, കുടുംബ തകർച്ച. സമ്മതിച്ചു. തൊമ്മിച്ചനോ? കേറുക. അതിനൊന്നും സമയമില്ല ധർമ്മ. നീ എന്നെ ഒന്ന് സഹായിക്കണം. എന്താ തൊമ്മിച്ച പ്രശ്നം? എന്റെ വീട്ടിൽ ഒരു പുതിയ അവതാരം വന്നിരിക്കുന്നു. അവനെ ഇറക്കി വിട്ടില്ലെങ്കിൽ കൊലപാതകം നടക്കും. അയ്യോ, ഇനിയൊരു കൊലപാതകവും? ദരിദ്രവാസി. ആ നാറി എന്റെ കുടുംബം തുലയ്ക്കും. ആരാ പുതിയ അവതാരം? ഫ്യൂസ് വക്കച്ചൻ. ഉടുമ്പിന്റെ വകയിലൊരു ആങ്ങളെയാണെന്നാ പറയുന്നേ. ഞാൻ അവളെ ഇപ്പൊ കാണിച്ചു കൊടുക്കണമെന്ന്. അല്ലെങ്കിൽ 2 ലക്ഷം രൂപ കൊടുക്കണമെന്ന്. ഞാൻ എങ്ങനെ കാണിക്കാനാ? രൂപ കൊടുക്കാനാണെങ്കിൽ ഒരു വഴിയില്ല. മരിച്ചുപോയ സ്ഥിതിക്ക് കത്രീനയെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ.
അതുകൊണ്ട് രൂപ കൊടുത്തൊതുക്കുന്നതാ ബുദ്ധി. ഞാൻ എവിടെ എടുത്തിട്ട് കൊടുക്കാനാ ധർമ്മ? എന്റെ പണപ്പെട്ട് നീ കാര്യാക്കിയില്ലേ? ഞാൻ എന്ത് ചെയ്തെന്നാ തൊമ്മിച്ചൻ പറയുന്നത്? ചെയ്തതും പിടിച്ചൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കൊരു 2 ലക്ഷം രൂപ തരണം. ഉള്ള പറമ്പോ പുരടവോ വിറ്റിട്ട് ഞാൻ വീട്ടിക്കോളാം. ഗതി കെട്ടിട്ട ധർമ്മ ഞാൻ നിന്റെ കാല് പിടിക്കുന്നേ. ബിസിനസ് ഒക്കെ ഡള്ളായോ തൊമ്മിച്ച? ഇവിടെ ഭയങ്കര ടൈറ്റാ. നീ എന്നെ കൈ ഒഴിയരുത്. തൊമ്മിച്ചൻ ആദ്യമായിട്ടൊരു കാര്യം ചോദിച്ചതല്ലേ, തരാം. പക്ഷെ പറയുന്ന ദിവസം കൃത്യമായിട്ട് എനിക്ക് തിരിച്ചു തരണം. എനിക്ക് ഒരാഴ്ചത്തെ അവധി വേണം. അതിനു മുമ്പ് എന്റെ സ്ഥലം കച്ചവടമാവും. അതും ഇതും പറയാതെ കൃത്യമായൊരു ഡേറ്റ് പറയൂ തൊമ്മിച്ച. ഈ മാസം 15-ാം തീയതി തരാം. 15-ാം തീയതി? അന്ന് ഓഗസ്റ്റ് 15 മതി. എനിക്കന്ന് കിട്ടിയാൽ മതി. രൂപ ഞാൻ തരാം. അപ്പനിതെന്ത് പറ്റി? മക്കൾ അപ്പന്റെ കയ്യിലേക്ക് നോക്കിക്കേ. എവിടെയെങ്കിലും ഒരോട്ട കാണുന്നുണ്ടോ? കാണുന്നില്ലല്ലേ? അപ്പനെ നോക്കിട്ട് കാണുന്നില്ല മക്കളെ. എന്നാൽ എവിടെയോ ഉണ്ട്. അപ്പൻ നെഞ്ചോട് ചേർത്ത് വെച്ച പണം മുഴുവൻ ചോരുന്ന ഒരോട്ട. അപ്പച്ച, അരുതാത്തൊന്നും ഞാനിതൊരു അപ്പനോട് ചോദിച്ചിട്ടില്ല. വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാൻ. അപ്പൻ എന്തൊക്കെയോ ഞങ്ങളറിയാതെ മനസ്സിൽ കരുതി മറച്ചു വെക്കും പോലെ. കൈ നിറയെ പലിശപ്പണം കൊണ്ട് വാരിക്കളിച്ച അപ്പൻ ഇപ്പോ പണത്തിന് വേണ്ടി ഇറക്കുന്നു. പലിശ പണം വാങ്ങുന്നു. എന്താ അപ്പ ഇതൊക്കെ? കാപ്പി കുടിക്കാൻ വരണില്ലേ? എന്തൊരു കിടപ്പാ ഇത്. ദിവസം എത്രയാ ഇങ്ങനെ? പണം ചിലവായതോർത്താണോ? നല്ല കാര്യങ്ങൾക്കല്ലേ ചിലവാക്കിയത്. അതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാവില്ല. എന്റെ മനസ്സ് പറയുന്ന കത്രിന് തിരിച്ചു വരുമെന്ന്. ആരുവിനെ ഉപദേശിക്കണ്ട. ഓടിയാത്ത ഓടാൻ. അമ്മച്ചി, ഇന്ന് ഓഗസ്റ്റ് 15 ഇതാ ചോക്ലേറ്റ്. നിനക്കെന്താടി ബസ് കിട്ടിയില്ലേ? ധർമ്മേട്ടൻ കൊണ്ടാക്കാന്ന് പറഞ്ഞു. അമ്മച്ചി, ഇന്ന് ധർമ്മേട്ടൻ ഉണ്ടാവും ഊണിന്. ഇപ്പൊ ശരിയാക്കാം മോളെ. ചോക്ലേറ്റ് വേണ്ട. എടുക്കപ്പച്ച. അയ്യേ, ഇത് വളരെ മോശമായിപ്പോയി. മോള് സ്നേഹമായിട്ട് തന്നതല്ലേ, കഴിക്കു തുമ്മിച്ച. നല്ലൊരു ദിവസമായിട്ട് ഒരല്പം മധുരം കഴിക്കണ്ടേ? കഴിക്കേ, കഴിക്കു തുമ്മിച്ച. ഞാൻ വന്നത് എന്തിനാണെന്നറിയാവോ? പറഞ്ഞ അവധി കഴിഞ്ഞു. ധർമ്മ, ഇപ്പൊ എന്റെ കയ്യിലില്ല. പറമ്പ് വെക്കാൻ ബ്രോക്കറോട് പറഞ്ഞിട്ടുണ്ട്. വിലയൊക്കുന്നില്ല. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് എന്റെ കാശ് വേണം. അപ്പച്ചൻ ഇയാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചോ? വാങ്ങിച്ചു. പലിശയ്ക്ക്, 100% പലിശയ്ക്ക്. എനിക്കത് ഇപ്പൊ കിട്ടണം. ധർമ്മ, ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ? പോരാ, നിങ്ങൾ ഈ പണി കുറെ ചെയ്തതല്ലേ, ഒരു വിട്ടുവീഴ്ചയില്ല. എന്റെ കാശുതാ. തരാന്ന് മലയാളത്തിലല്ലേടാ പറഞ്ഞത്? നാണമില്ലാത്ത അപ്പന് നാണം കെട്ട മക്കളുണ്ടായത് അത്ഭുതമില്ല. നീ ഇവിടുന്ന് മേടിച്ചോണ്ടേ പോകത്തുള്ളൂ. അതേടാ, ഞാൻ കാശ് തന്നിട്ടുണ്ട്, മേടിച്ചോണ്ട് പോകാൻ എനിക്കറിയാം. വേണ്ട, നിങ്ങൾ മിണ്ടാതിരിക്കെ. അവൻ അറിവില്ലാതെ പറഞ്ഞതാ. ഒരവധോട് എനിക്ക് ധർമ്മ. സാധ്യമല്ല. സമയം കളയാതെ എന്റെ കാശ് തരൂ. 2 ലക്ഷം രൂപ ഒരു രേഖയുമില്ലാതെ തന്നതാ. മര്യാദയ്ക്ക് തിരിച്ചു തരുന്നതാ നല്ലത്. എന്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ലെന്ന് നിനക്കറിയില്ലേ ധർമ്മ? കാശില്ലെങ്കിൽ ഈട് വേണം. പള്ളിവാതിൽക്ക് തുമ്മിച്ചിന് എന്ത് ഈടാ ഉള്ളത്?
അത് ചെയ്യരുത്. രമേട്ടാ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ കെട്ടുതാലി പറിക്കരുത്. തന്നെ പോലൊരു ചെറ്റയല്ല ഞാൻ. എനിക്കൊരു തൊമ്മിയാവാൻ കഴിയില്ല. എന്റെ അമ്മയുടെ മുഖമാണ് ഞാനിവിടെ കാണുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിന്നോട് എന്ത് തെറ്റാധർമ്മ ഞാൻ ചെയ്തത്? ഒന്നും ചെയ്തില്ലേ? രാഘവൻ മാഷിനെ ഓർമ്മയില്ലേ? 18 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഓഗസ്റ്റ് 15. എടോ കള്ളവാദിയാരെ, നേരും നിറയും കിട്ട താനെങ്ങാടോ പിള്ളേരെ പഠിപ്പിക്കുന്നത്? താനും നിര കെട്ടുകളും പഠിപ്പിച്ചാലേ ഇതുങ്ങൾ പിഴച്ചു പോത്തേ ഉള്ളൂ. എന്റെ മക്കളെ, നിങ്ങളുടെ വിധി. അവമാനിക്കരുത്. മാനമുള്ളവർക്കല്ലേ അപമാന ഭയം ഉണ്ടാകത്തുള്ളൂ. തന്റെ മാന്യത എല്ലാരും ഒന്ന് അറിയട്ടെ. പെങ്ങളെ കെട്ടിക്കാനാന്നും പറഞ്ഞ് കാശ് മേടിച്ചിട്ട് ഇപ്പൊ കാശുമില്ല, പലിശയില്ല. എന്റെ 10,000 രൂപ തന്നിട്ട് താൻ ഇനി 10 അക്ഷരം പഠിപ്പിച്ചാ മതി. കുറച്ച് അവധി കൂടി തരണം. അതുവരെ തൊമ്മിച്ചനൊന്ന് ക്ഷമിക്കേ. ക്ഷമിക്കാലോ, പക്ഷെ അതുവരെ കാത്തിരിക്കണമെന്നുണ്ടെങ്കിൽ തൊമ്മിച്ചൻ ഈട് വേണം. തൽക്കാലം ഇതിരിക്കട്ടെ. തൊമ്മിച്ച, മോനെ, ഞങ്ങളോട് ക്ഷമിക്കും. അവസാനിച്ചിട്ടില്ല. ക്ഷത്രിയൻ എവിടെയാടാ? സത്യം പറയണം. അപ്പനും മകനും കൂടെ ആ പാവം പെണ്ണിനെ വാടക കൊലയാളി കൊടുത്തു. കൊന്നു കായലിൽ വലിച്ചെറിയാനല്ലേ? സനുജ, നേരാണോട് സണ്ണി? ഞാനൊരു കൂട്ടുവന്നിട്ടില്ല അമ്മച്ചി. അപ്പച്ചനാ പള്ളിവാതുക്ക തൊമ്മിച്ചനെ കൊണ്ട് ഞാൻ ഇന്ന് ഉത്തരം പറയിക്കും. തൊമ്മിച്ച, ഈ കുടുംബം ഞാൻ കുളം തോണ്ടും. സൂക്ഷിച്ചു. തികഞ്ഞ ഗാന്ധിയനായിരുന്നു എന്റെ അച്ഛൻ. ഒരു കരണത്തടിച്ചാൽ മറുകരണം കൂടെ കാണിച്ചു കൊടുക്കുന്നയാൾ. എന്നിട്ടും ഒരു കുരുക്കിൽ പടഞ്ഞ് മരിക്കാനായിരുന്നു വിധി. ദൈവം വിധിച്ചതല്ല, പള്ളിവാതുക്കൽ തൊമ്മിച്ചൻ വിധിച്ചത്. അതിന്റെ ശിക്ഷ ഒരു ജീവിതകാലം മുഴുവൻ നീറി നീറി ഇഞ്ചിഞ്ചായി നിന്റെ അപ്പച്ചൻ അനുഭവിക്കും. അപ്പച്ചനോടുള്ള പ്രതികാരത്തിനിടയിൽ ഒരു കാര്യം മറന്നുപോയി. ഈ പാവ ആലീസിനെ ഇനി നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് അപ്പച്ചൻ സമ്മതിക്കാൻ തോന്നുന്നുണ്ടോ? ഒന്ന് വിളിച്ചാൽ ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാണ്. ഇറങ്ങി വരാനോ? എങ്ങോട്ട്? നിങ്ങൾ വിളിക്കുന്നിടത്തേക്ക്, എവിടെയായാലും. അത് കൊള്ളാം. എന്താ, നിനക്കെന്നോട് പ്രേമമാണോ? ഞാൻ ഈ നാട്ടിലെത്തിയതേ എന്റെ ശത്രുവിന്റെ മകളെ പ്രേമിച്ചു നടക്കാനല്ല. പിന്നെ നിന്നോട് എന്തെങ്കിലും ഒരു സൗഹൃദം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. പിന്നെ നിന്റെ മനസ്സിൽ എന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് ഇപ്പോഴേ അങ്ങ് മാറ്റി കളഞ്ഞേക്കും. മനസ്സിൽ നിറയെ പ്രതീക്ഷകൾ ചോദിക്കാതെ തന്നിട്ട് മാറ്റി കളഞ്ഞേക്കാനല്ലേ? എത്ര എളുപ്പം പറഞ്ഞു കഴിഞ്ഞു. വിശ്വസിച്ചു പോയി. ഒത്തിരി.
ഞാൻ പറഞ്ഞേക്കാം, ഇനി കത്രീനെ ഇവിടെ ഒളിപ്പിക്കുന്ന അത്ര ബുദ്ധിയല്ല. കത്രീനെ എത്ര നാൾ വേണമെങ്കിലും ഒളിപ്പിക്കാനാവും. പക്ഷെ അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ അവക്ക് മാസം 3 കഴിഞ്ഞു. ആ മിടുക്കി. പള്ളിവാതുക്കൽ തറവാട്ടിൽ ഒരു അനന്തരാവകാശി കൂടി. ഇനി നമുക്ക് സണ്ണി വെച്ച് കളിക്കാം. സ്വന്തം ഭാര്യ ഗർഭിണിയാന്നറിയുമ്പോ ഏത് പുരുഷന്റെ മനസ്സ് മാറാത്തത്? എനിക്കൊന്നേ പറയാനുള്ളൂ, തൊമ്മിച്ചിനെ വീഴ്ത്താനുള്ള തത്രപ്പാടിൽ ആ പാവം കത്രീനയുടെ ജീവൻ നശിക്കരുത്. ഇല്ല ത്രേസ്യമ്മേ, അവക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും. കുഞ്ഞുമറിയതേ, ഇനി നമ്മുടെ ജോലി എളുപ്പമായി. കൊമ്പൻ സ്രാവിനെ കൊതുമ്പ് വെള്ളത്തിൽ വന്ന് കുടുക്കിയ സന്തോഷത്തിലാവും അല്ലേ? തൊമ്മിച്ചോ, കടലറിയുന്ന മുക്കുവന് ഒരു കൊതുമ്പ് വെള്ളം പോലും വേണ്ട. വെറും പൊങ്ങുതടി മതി. പൊങ്ങുതടി ആക്കിയ ചെറുമാരി പുളുത്തിയ വർത്താനം പറയരുത്. എടാ, തൊമ്മിച്ചൻ കണ്ട കടലും കരയും നീ കണ്ടിട്ടില്ലടാ. തൊമ്മിച്ച, നടുക്കടലായ നായെ പോലെ വെറുതെ കഴിയും കാലത്തടിക്കാതെ വന്ന കാര്യം പറഞ്ഞിട്ട് വന്ന വഴിയെ പോകാൻ നോക്കും. തിരിച്ചു തന്ന അത്താഴം കഴിച്ചോളാന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടല്ല പുറപ്പെട്ടത്. കത്തിക്ക് മുമ്പിൽ സ്വയം തലനീട്ടി കൊടുക്കുന്നതല്ലേ പള്ളിവാതിക്കൽ തെമ്മാടികളുടെ സ്വഭാവം. ആട്ടെ, പ്രമാണിമാർക്ക് ഇപ്പൊ എന്താ വേണ്ടേ? കത്രീനെ, ഇവന്റെ കെട്ടുകളായി വന്ന് പള്ളിവാതിക്ക തൊമ്മിച്ചനെ കളിപ്പിച്ച കത്രീനെ മര്യാദ കുടുംബനെ ഇറക്കി വിടറാ. അവ പിടിച്ചെടുക്കണോ? ആറ്റുനോറ്റുണ്ടാക്കിയ പലിശപ്പണം ചങ്ക് പറിച്ചു കൊടുക്കും പോലെ തരകന് കൊടുത്ത് കത്രീനെ കൊന്ന് കടപ്പുറത്തല്ലേ കുഴിച്ചിട്ടത്? ഈ മുറ്റത്തല്ലല്ലോ. ഇമ്മാതിരി കുറെ എലിവാല് കാണിച്ച് പാമ്പാണെന്ന് പറഞ്ഞ് തൊമ്മിയുടെ മാളെ കുറെ നീ പുകച്ചു. ആ പക നെഞ്ചിലുണ്ട്. അത് കണക്ക് പറഞ്ഞ് ചന്തപ്പലിശ നിരക്കിൽ നിന്നോട് ഞാൻ വാങ്ങും. ചവിട്ടി പൊളിച്ചവളെ പുറത്തിറക്കണം. അനങ്ങിയ പൊട്ടിച്ചു കളയും ഞാൻ. അയ്യോ, എന്റെ സണ്ണിച്ചാനെ കൊല്ലരുത് സാറേ. ഒരു യാചനയായി കേൾക്കണം. സണ്ണിച്ചാനെ ഒന്നും ചെയ്യരുത്. ഇവൻ നിന്റെ ഭർത്താവോ? അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നോ? കൊല്ലാൻ കൂട്ടുനിൽക്കുകയായിരുന്നില്ലേ? വേണ്ട, ധർമ്മൻ വിധിക്കുന്നു. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ വിചാരിച്ചെങ്കിലും കൊല്ലരുത്. തന്തയുടെ തണലായി നടന്ന് ഇയാള് ചെവിയിലോതി തന്നതെല്ലാം വേദവാക്യങ്ങൾ പോലെ പഠിച്ച നിനക്ക് നിന്റെ ഭാര്യയെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ഇപ്പോഴെങ്കിലും കാണാൻ കഴിഞ്ഞില്ലേ സ്നേഹത്തിന്റെ ആഴം? തന്റെ ഇടം ഉണ്ടെങ്കിൽ പിടിച്ചിറക്കിക്കൊണ്ടുപോയി കൂടെ ഭാര്യയെ പൊടിപ്പിക്കണ. എന്റെ മക്കളുടെ മനസ്സ് മാറ്റി കൂട്ടിത്തെല്ലിച്ച് ഇനി നേടാമെന്ന് വിചാരിക്കണ്ട. നടക്കില്ല. കയ്യിൽ വെട്ടരുവാളുമായി നടക്കുന്ന ഇവളെന്റെ പടി ചവിട്ടിയാൽ ആ കാളി ഞാൻ വെട്ടിയെറിയും. ഇയാളിത് പറയും. കോടീശ്വരിയായ കത്രീനയെ മകന്റെ ഭാര്യയാക്കി നെല്ലും നീരും വെച്ച് പള്ളിവാതുക്കൽ കുടുംബത്തിലേക്ക് സ്വീകരിച്ച തൊമ്മി ഒരിക്കൽ അറിഞ്ഞു കത്രീന ചില്ലിക്കാശിന് വിലയില്ലാത്ത കടലിന്റെ മകളാണെന്ന്, അല്ലേ? പിന്നെ കത്രീനയെ ഇല്ലാതാക്കുന്നതിലായിരുന്നു കുടില ബുദ്ധി. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ ഞാൻ കൊടുക്കെറിഞ്ഞു. തരകനെ വാടക കൊലയാളിയാക്കി തൊമ്മിയുടെ മുന്നിൽ അവതരിപ്പിച്ചു. പിന്നെ പദ്ധതികളുടെ കടിഞ്ഞാൻ എന്റെ കൈകളിലായി. കത്രീനയുടെ രക്ഷകനായി. ഒന്നാം തരം കളിത്തോക്ക്. തീയും പുകയും ഗർജനവും മാത്രമുള്ള കളിത്തോക്ക്. ഈ തോക്ക് ഉപയോഗിച്ചാണ് തരകൻ കത്രീനയെ കൊല്ലുന്നതായി വരുത്തിയത്. തൊമ്മിച്ചൻ വെറും ശബ്ദം കേട്ട് വിശ്വസിച്ചു പോയി. പാവം മണ്ടൻ. അന്നങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ കത്രീനയെ മറ്റൊരു തരകൻ കൊല്ലുമായിരുന്നു. ഇയാൾ ദുഷ്ടനാണ്, നീചനാണ്. മക്കളെ പോലും പണം കൊണ്ട് തൂക്കുന്ന അധമൻ. ഇവന്റെ ചൊറിയുന്ന വർത്താനം കേൾക്കാതെ വാടാ മക്കളെ. അവളിനി ഇവിടെ പുറത്തോളും. വാ. വരാം. പക്ഷേ പള്ളിവാതുക്കൽ തറവാട്ടിലേക്ക് കാലുകുത്തുന്നത് ഞാൻ തനിച്ചാവില്ല. ഇവളും ഉണ്ടാവും. പത്ത് വരത്തന്റെ വർത്താനവും അരിയത്തിപ്പണിന്റെ മോന്തയും കണ്ടപ്പോ നിന്റെ നാവ് ആടി. തന്തയ്ക്ക് പറക്കാത്തവനെ, നീ എന്റെ കൂടെ വരണം. നിന്നെ ഇനി ആരും ഒന്നും ചെയ്യില്ല. വാടാ. എങ്ങോട്ട്?
പലിശപ്പണം പിടിച്ചു വാങ്ങിക്കാനോ അതോ കെട്ടുതാലി പൊട്ടിക്കാനോ? അപ്പൻ കാണിച്ചു തന്ന വഴിയെ മാത്രമേ ഞാൻ നടന്നിട്ടുള്ളൂ. ഇനി ആവില്ല. ഞാൻ ഉറച്ചു. ഇനി എന്റെ വഴി മാത്രം. 5 രൂപയുമായി വാഴപ്പള്ളിച്ചന്റെ പള്ളിവാതുക്ക തൊമ്മിച്ചൻ കളി തുടങ്ങിയപ്പോ ഇടത്തും വലത്തുമായി 2 മക്കളില്ലായിരുന്നു. തുടങ്ങിയെടുത്ത് തന്നെ തൊമ്മി കളി തുടങ്ങും. അതുള്ള മനസ്സ് തന്റെയോടും ഈ തൊമ്മിക്കുണ്ടടാ. പിന്നെ അപ്പനെ ധിക്കരിച്ചിട്ട് ഇവനെ പൊറപ്പിക്കാന്ന് വിചാരിക്കണ്ട. കൊക്കിന് ജീവനുണ്ടേ സമ്മതിക്കില്ല. എന്താ വേണ്ടത് തൊമ്മിക്കറിയാം. ഇനി അങ്ങോട്ടുള്ള കളി തൊമ്മി ഒറ്റയ്ക്ക് കളിച്ചോളാം. നീയൊക്കെ കണ്ടോളാം പുല്ലുകളെ. പള്ളിവാദിക്ക തൊമ്മീറ്റിനെ തോപ്പിച്ച് ഈ ഉടുമ്പയും കൊണ്ട് ജീവിക്കാമെന്ന് വിചാരിക്കണ്ട.
തലയും പുലിയും. അപ്പച്ച, യാത്രാനുവാദം ചോദിക്കുന്നില്ല. കാരണം തീരുമാനം ഉറച്ചതാണ്. എടി ശോശാമോ, നിന്റെ സണ്ണിമോൻ ജീവിക്കാൻ പോകുന്നു. ഒറ്റയ്ക്കല്ല, ആ മരക്കാത്തിപ്പൊണ്ണും കൂട്ടിനുണ്ട്. മോനെ സണ്ണി, എന്നെ തോന്നിയ കട നീ കാണിക്കുന്നേ. നീ പോവരുത് മോനെ. തിരിച്ചു വിളിക്കേണ്ട അമ്മച്ചി. പണത്തോടുള്ള ഭ്രമം മൂത്ത് ഭ്രാന്തനായ ഈ മനുഷ്യനോടൊത്തുള്ള ജീവിതം ഞങ്ങൾക്ക് മടുത്തു. ഇനിയുള്ള കാലമെങ്കിലും എനിക്ക് സ്വസ്ഥമായി കഴിയണം. ഇവിടെ നിന്നാൽ പള്ളിവാതുക്ക തൊമ്മിച്ചന്റെ പണക്കൊതി എന്നെയും വിഴുങ്ങും. പള്ളിവാതുക്ക തൊമ്മിച്ചൻ എന്നു മുതൽ കാണാൻ നിനക്ക് മറ്റവനായത്? ഈ നിമിഷം മുതൽ നീ ചത്തുന്ന് ഞാനങ്ങ് വിചാരിക്കും. ചത്തുപോയ മകനു വേണ്ടി ഒരു 36 രൂപ ഞാനങ്ങ് മുടക്കും. എന്തിനാണെന്നറിയാവോ? നിന്റെ ചാത്ത കുർബാന ചൊല്ലിക്കാൻ. എങ്കിൽ ഒരെണ്ണം കൂടി ചൊല്ലിക്കണം. പള്ളിവാതുക്കൽ ജോണിയുടെ പേരിൽ. തണ്ണിച്ചാൻ ഒറ്റയ്ക്കല്ല ഈ പടിയിറങ്ങുന്നത്, ഒപ്പം ഞാനുണ്ടാവും. 2 രോമം കൊഴിഞ്ഞു. എന്നിട്ട് തൊമ്മിക്ക് എന്തുണ്ടായി? വാഴപ്പള്ളിച്ചന്റെ പലിശ പിരിക്കാൻ എനിക്ക് 2 ഗുണ്ടകൾ നഷ്ടപ്പെട്ടു. സാരമില്ല, ശരിയാ. അപ്പനെ സ്നേഹിക്കാൻ, ലാളിക്കാൻ, പിൻതലമുറക്കാരാക്കാൻ 2 മക്കളെയായിരുന്നില്ല ആവശ്യം, ഗുണ്ടകളെയായിരുന്നു. പ്രതിഫലം മോഹിക്കാത്ത ഗുണ്ടകൾ. അമ്മച്ചി പറഞ്ഞു തന്ന് അപ്പച്ച എന്ന് വിളിച്ചു പോയതുകൊണ്ട് അറിയാതെയാണെങ്കിലും കൈപ്പറ്റിപ്പോയ ഔദാര്യങ്ങളെ ഓർത്ത് ഈ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്നില്ല. ഈ എട്ടണ കണ്ടോ? കാലാകാലങ്ങളായി ഞാൻ സൂക്ഷിച്ചു വെച്ച എന്റെ മടിശീലയിലെ നാണയത്തൊട്ടുകളിൽ ഒരെണ്ണം. തലയും പുലിയുമുള്ള എട്ടണ. കാശിന് വിലയില്ലാത്ത എട്ടണ. ഈ കാശിന്റെ വിലയായി എനിക്കും അല്ലേ? സഞ്ചാരികൾക്ക് പോകാം. എന്താ? മക്കള് കുത്തിക്കീറിയ പള്ളിവാതുക്കൽ തെമ്മാടിയുടെ ശവം തെമ്മാടിക്കുഴിയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് അവസാന കാഴ്ചയ്ക്ക് വന്നതായിരിക്കും അല്ലേ? അല്ല, ആലീസിനെ വിളിച്ചിറക്കി കൊണ്ടുപോവാൻ. തൊമ്മിക്ക് പണമേ കൈമാശം വന്നിട്ടുള്ളൂ. തന്റേടും തെമ്മാടിത്തരും ഒരു പണമിടയ്ക്ക് കുറഞ്ഞിട്ടില്ല. പാടിക്ക് പുറത്തിറക്കടാ. പല്ല് കൊഴിഞ്ഞ സിംഹത്തോട് പ്രതികരിക്കുന്നത് ധീരന് ചേരാത്തത് കൊണ്ട് ആലീസ് കുട്ടിയുടെ അപ്പനെ എനിക്കും അപ്പച്ച എന്ന് വിളിക്കേണ്ടി വന്നാൽ ഒരു ഉളുപ്പുമില്ലാതെ വിളിക്കാൻ ഞാൻ മറുവാക്ക് പറയുന്നില്ല. ഒരിക്കൽ നിന്നെ എനിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. എന്റെ മനസ്സ് മുഴുവനും ഇയാളോടുള്ള പകയും പ്രതികാരവുമായിരുന്നു. എന്റെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തിൽ ഒരു പിഴവും സംഭവിക്കാതിരിക്കാൻ നിന്നോട് തെറ്റായി പ്രതികരിക്കേണ്ടി വന്നു. ക്ഷമിക്കുക. ഇപ്പൊ ഇറങ്ങി വന്നാൽ നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അവിടുന്നൊരു നടചവിട്ടിയാൽ അരിഞ്ഞുകളെ ഞാൻ അവളെ പിടിച്ചൊരു പൊടി. പെങ്ങൾക്ക് ഇയാളെ ഇഷ്ടമാണെങ്കിൽ പൊയ്ക്കോ, ആരും തടയില്ല. നിന്റെ ആംഗ്ലമാരുണ്ട് കൂട്ടിന്. മക്കളെ പടച്ചതുകൊണ്ടോ അപ്പച്ച എന്ന് വിളിപ്പിച്ചത് കൊണ്ടോ തന്തയാവില്ല. മക്കളെ സ്നേഹിക്കാൻ പഠിക്കണം. നിങ്ങൾക്ക് ഞങ്ങളുടെ വഴി തടയാൻ അവകാശമില്ല. വേണ്ട, അവരെന്ത് വേണേ പറയട്ടെ, എവിടെ വേണേ പോട്ടെ. പക്ഷേ പള്ളിവാൽക്കത്തും മിച്ചം തോറ്റു എന്ന് കരുതിയെങ്കിൽ എന്റെ മക്കൾക്ക് തെറ്റി. ഈ പണം നിങ്ങളുടേതാണ്. പണം മാത്രം സ്വന്തമാക്കാനുള്ള ഓട്ടപ്പായ്ച്ചിനുള്ളിൽ, പെരുപ്പിക്കാനുള്ള കണക്കുകൂട്ടലിൽ അറിഞ്ഞോ അറിയാതെയോ പിഴച്ചുപോയ കണക്കുകളുടെ ആകത്തുക. ഞാൻ സൃഷ്ടിച്ചെടുത്ത പടയൊരുക്കത്തിൽ നിങ്ങളിൽ നിന്ന് വഴുതിപ്പോയ പണം. പണമില്ലാത്തവന്റെ വേദന നിങ്ങൾ ശരിക്കും അനുഭവിച്ചറിഞ്ഞു. മനസ്സിന്റെ ഏതെങ്കിലും കോണിൽ തിരിച്ചറിവിന്റെ ബോധം അവശേഷിക്കുന്നുവെങ്കിൽ അറിയണം, പണം വെറും ഒരു ഇന്ദ്രജാലക്കാരനാണെന്ന്. ഇന്ദ്രജാലക്കാരൻ, 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 ഇന്ദ്രജാലക്കാരൻ.